പിഞ്ചു കുഞ്ഞുമക്കളുടെ ശരീരങ്ങൾ പൊട്ടിച്ചിതറുന്ന കാഴ്ചയുടെ മുമ്പിൽ അല്ലാഹ്, ഞങ്ങളുടെ സഹോദരിമാർ മാനഭംഗം ചെയ്യപ്പെടുന്ന കാഴ്ചയുടെ മുമ്പിൽ പടച്ചവനെ, ആ സമൂഹത്തിന് സമാധാനത്തോടെ ക്ഷമിക്കാൻ സാധിക്കാൻ നീ തൗഫീഖ് നൽകണേ എന്ന് ദുആ ചെയ്യാൻ കഴിയണം. അത് കഴിയുന്നില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും മനസ്സ് മരവിച്ചു പോയിട്ടുണ്ട് എന്ന് പറയണം. മനസ്സാക്ഷിയില്ലാത്ത മനുഷ്യരെ പറയണം, നിങ്ങളുടെ മനസ്സാക്ഷി മരവിച്ചു പോയിട്ടുണ്ട്. കാരണം അത്രമേൽ ഭീകരമായി, വെള്ളം കുടിക്കാൻ വെള്ളമില്ലാതെ, ഒന്ന് തങ്ങളുടെ ശൗച്യം ചെയ്യാൻ പോലും കഴിയാതെ 5000 പേർക്ക് ഒരൊറ്റ ടോയ്ലറ്റ് എന്നൊക്കെ പറയുന്ന കാഴ്ചയെക്കുറിച്ച് ആലോചിക്കണം. വീട്ടിലെ 4-5 ടോയ്ലറ്റുകളെ നോക്കി നിന്ന് എവിടേക്കും സുഗമമായി പോകാൻ വേണ്ടി കഴിയുന്ന ഈ കേരളത്തിലെ മലയാളി മുസ്ലിം ആലോചിക്കണം. 5000 പേർക്ക് ഒരൊറ്റ ശൗച്യമുറി കൊടുത്തിട്ട് അങ്ങനെ ഭീകരമാം വിധം ആ സമൂഹത്തെ പീഡിപ്പിക്കുകയും വെള്ളമോ വൈദ്യുതിയോ കൊടുക്കാത്തവയും ഇരുട്ടിൽ തപ്പി എപ്പോഴാ ബോംബ് വരുന്നതെന്ന് കാത്തുനിന്ന് തങ്ങളുടെ മൃതദേഹങ്ങൾ ചിതറിപ്പോകുമ്പോഴും ഒരു കയ്യെങ്കിലും കിട്ടിയാൽ അതിലെന്റെ പേരുണ്ടാകണേ എന്ന് പറയാൻ പേരെഴുതി വെക്കുന്ന പലസ്തീനി കുഞ്ഞുമക്കളെ ഓർക്കണം. തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ കുഞ്ഞിന്റെ മയ്യത്തുകളെ അടക്കി പിടിച്ചുകൊണ്ട് കരയുന്ന മാതാപിതാക്കളെ ഓർക്കണം. ആ പരിശുദ്ധമായ ആ മണ്ണിനെ ഇങ്ങനെ നിരന്തരം നിണമണിയിക്കുന്ന ഈ രക്തരക്ഷസിന്റെ മുമ്പിൽ അല്ലാഹുവേ നിന്റെ അദാബുകൾ ഇറങ്ങണേ എന്ന് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അവന്റെ ആ എല്ലാ തരത്തിലുമുള്ള സാമ്പത്തികമായിട്ടുള്ള ഉറവിടങ്ങളായി വരുന്ന സകല ഇസ്രായേലി അമേരിക്കൻ ഉൽപ്പന്നങ്ങളോടും പറയണം നോ എന്ന് പറയുമ്പോ, ഒരു പക്ഷേ നിങ്ങൾക്ക് ബർഗർ തിന്നാൻ പറ്റിയില്ല എന്ന് വരാം, നിങ്ങൾക്ക് ബിസ്ക്കറ്റ് കഴിക്കാൻ പറ്റിയില്ല എന്ന് പറയാം. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, പച്ചവെള്ളം കുടിക്കാതെ നിൽക്കുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ബിസ്ക്കറ്റ് വാങ്ങണമെന്ന് പറയുമ്പോ നോ മോനെ, അവിടെയുണ്ട് ഗാസ മുനമ്പിൽ പച്ചവെള്ളം കുടിക്കാത്ത കുഞ്ഞുമക്കൾ, നിന്നെപ്പോലെ നിന്നേക്കാളും അപ്പുറം വല്ലാത്ത വേദന കൊണ്ട് കരയുന്ന കുഞ്ഞുമക്കളുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ജനതക്ക് സമാധാനം നൽകട്ടെ. ഒറ്റ കാര്യമുണ്ട്, ഇതെല്ലാം ചരിത്രത്തിൽ ഇതിനേക്കാളും അപ്പുറത്തെ ഭീകരതകൾ കണ്ടതാണ്, ഇതിനേക്കാൾ വലിയ ഭീകരതകൾ. പക്ഷെ അപ്പോഴും നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കഅബയുടെ പരിശുദ്ധമായ ആ ഭിത്തിയിലേക്ക് ചാരി നിന്നിട്ട് തളർന്നു പോയ ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അഫലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, ഒന്ന് പ്രാർത്ഥിക്കുമോ ഞങ്ങൾക്ക് വേണ്ടി എന്ന ചോദ്യം. ആ ചോദ്യം ചോദിച്ച ഖബ്ബാബിനോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഖബ്ബാബ് വല്ലാഹി ലയുതിമ്മന്ന ഹാദൽ അംർ, ഈ മതം അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഖബ്ബാബ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യസ്രിബിലേക്ക് ഓടുമ്പോ, മദീനയിലേക്ക് പോകുന്ന നേരത്ത് തന്റെ പിന്നാലെ കൂടിയ സുറാഖത്ത് ബിൻ മാലിക് അയാളുടെ കുതിരയുടെ കുളമ്പുകൾ താഴ്ന്നു പോകുമ്പോ ചെന്നു നിന്നിട്ട് ഇതേ മുഹമ്മദ് മുസ്തഫ ചോദിച്ച ചോദ്യമുണ്ട്, ഏ സുറാഖ, നാളെ ഒരു കാലം വരും, അന്ന് പേർഷ്യയുടെ കനക കുമ്പാരങ്ങളിൽ നിന്ന് ആ ചക്രവർത്തി അണിഞ്ഞിരുന്ന കനക ആഭരണങ്ങളിൽ നിന്ന് ചിലത് നിന്റെ കയ്യിൽ അണിയപ്പെടുന്ന കാലം വന്നാൽ എന്ത് തോന്നുന്നു സുറാഖ എന്നായിരുന്നു ചോദ്യം. എപ്പോഴാ ചോദ്യം ചോദിച്ചതെന്നോ? നാട് വിട്ടോടുന്ന നേരം. ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് സുറാഖ കണ്ണുമലച്ചു നോക്കിയത്. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് മഹാനായ ഫാറൂഖ് പേർഷ്യ കീഴടക്കിയതിനു ശേഷം അവിടുന്ന് സൈന്യം വരുമ്പോ, ആ കനക കുമ്പാരങ്ങളുമായി വരുമ്പോ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഐന സുറാഖത്ത് ബിൻ മാലിക്, എവിടെയാ സുറാഖ? ഒരിക്കൽ പുണ്യനബിയെ പിടിച്ചു കൊടുത്താൽ ഇനാം കിട്ടാൻ വേണ്ടി ഓടി വന്ന സുറാഖ. ആ സുറാഖ ഇപ്പൊ മുസ്ലിമാണ്. ആ സുറാഖയെ വിളിച്ചിട്ട് അദ്ദേഹത്തെ അടുത്തു നിർത്തിയിട്ട് മഹാനായ ഫാറൂഖ് പറഞ്ഞു, സുറാഖ, ഒരിക്കൽ പുണ്യനബി പറഞ്ഞത് ഇതാ സത്യമായിരിക്കുന്നു, അതുകൊണ്ട് താങ്കളുടെ കൈകളിൽ ഈ വളകൾ ഇട്ടു തരികയാണ് എന്ന് പറയുമ്പോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സ്വർണ്ണമാണിന് ഹലാലാകുമോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ നൽകുന്നുള്ളൂ, അത് സുറാഖത്ത് ബിൻ മാലിക്കിന് മാത്രമാണ് എന്നാണ്. സുറാഖത്ത് ബിൻ മാലിക്. എന്താ കാര്യം? ആ പ്രതീക്ഷ കെട്ട കാലത്തും പ്രതീക്ഷയുടെ ആകാശം പണിത മുഹമ്മദ് മുസ്തഫ ഖന്തക്കിന്റെ കിടങ്ങ് കുഴിക്കുമ്പോ പാറക്കല്ല് പൊട്ടാതെ നിന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ വിശന്നിട്ട് വയ്യല്ലോ എന്ന് പറയുമ്പോ തന്റെ ഉടുപ്പ് മാറ്റിവിട്ട് ഇതാ ഇവിടെയുണ്ട് 2-3 കല്ലുകൾ കെട്ടിവെച്ച് നടുകല്ല് നിവർത്തി പിടിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ആ പിക്കാസ് വാങ്ങിയിട്ട് ആ കല്ലിൽ ഇങ്ങനെ ആഞ്ഞു വെട്ടുമ്പോ ചിതറിത്തെറിച്ച അഗ്നിസ്ഫുലിംഗങ്ങളെ നോക്കിയിട്ട് പറയുന്നുണ്ടല്ലോ മുഹമ്മദ് മുസ്തഫ, ഇതാ ഈ 2 അഗ്നിസ്ഫുലിംഗങ്ങളും പോകുന്നത് റോമയുടെയും പേർഷ്യയുടെയും കോട്ടക്കൊത്തലങ്ങൾ ചിതറാനാണ് എന്ന് പറയുന്ന സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ.
അതുകൊണ്ട് ഈ രണഭൂമികയിൽ ഈ ചരിത്രത്തിന്റെ ഇന്നു കാണുന്ന ഈ ദൈന്യതയുടെ മുമ്പിൽ നിന്ന് പറയാം, ആ പലസ്തീനി കുഞ്ഞുങ്ങളുടെ രക്തങ്ങൾ വെറുതെ ആകാനല്ല പോകുന്നത്. നെതന്യാഹുവിന്റെ ഭീകരതയുടെ ശ്മശാനങ്ങൾ ചരിത്രത്തിൽ കാണാൻ പോകുന്ന ഒരു കാലം വിദൂരമല്ലാത്ത വിധം എല്ലാ കാലത്തെയും പോരാട്ടങ്ങളുടെ ചരിത്രത്തിന്റെ വിജയം തീർച്ചയായും സുനിശ്ചിതമാണ്. നാം പലസ്തീനെ കുറിച്ച് ഓർക്കുകയാണ്. ഗാസ എന്ന ഒരു കൊച്ചു മുനമ്പ് നിരന്തരമായ ബോംബ് വർഷം മൂലം ലോകത്തെ ഏറ്റവും വലിയ കണ്ണുനീരിൻ്റെ ഇടമായി മാറുന്ന വിധം ലോകത്തെ മനുഷ്യൻ്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരികയാണ്. പരിശുദ്ധ ഇസ്ലാമിന് ബൈത്തുൽ മഖ്ദസുമായുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗേഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗേഹങ്ങളിൽ ഒന്നാണ് ബൈത്തുൽ മഖ്ദസ്. 3 മസ്ജിദുകളിലേക്കാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുകൾ എന്ന നിലയിൽ തീർത്ഥയാത്ര നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ഒന്ന് മസ്ജിദുൽ അഖ്സയാണ്, അതായത് നമ്മളിപ്പോൾ പറയുന്ന ഈ പള്ളിയാണ്. അതായത് ഒന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കഅബത്തു ഷരീഫയിലേക്ക്, അതായത് മസ്ജിദുൽ ഹറാമിലേക്ക്, മസ്ജിദുൻ നബവി പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിലേക്ക്, മസ്ജിദുൽ അഖ്സ നമ്മൾ ഇന്ന് ഇവിടെ ഈ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് എന്നാണ്. അത്രയേറെ പ്രാധാന്യത്തോടുകൂടെ മുസ്ലിങ്ങൾ കാണുന്ന ഒന്നാമത്തെ പള്ളിക്ക് ശേഷം 40 ദിവസത്തിൻ്റെ ശേഷം നിർമ്മിതമായിട്ടുള്ള മസ്ജിദുൽ അഖ്സ, മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തോട് ചേർന്നു നിൽക്കുന്ന മസ്ജിദുൽ അഖ്സ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമും ദാവൂദ് നബി അലൈഹിസ്സലാമും തുടങ്ങി പ്രവാചകന്മാരുടെ ഒരു വലിയ നിരയെ നമുക്ക് ആ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ ചാരത്ത് പരിസരത്ത് അവർ ജീവിക്കുകയും അവർ കളിച്ചുല്ലസിക്കുകയും അവർ പ്രബോധനം ചെയ്യുകയും ചെയ്ത മസ്ജിദുൽ അഖ്സ. പരിശുദ്ധ ഖുർആൻ പറയും പ്രകാരം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ അഖ്സ ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. ചുറ്റുവട്ടവും പ്രശാന്തമാം വിധം നാം പ്രത്യേകം ബറക്കത്ത് ചെയ്തു വച്ചിട്ടുള്ള, ആ അർത്ഥത്തിൽ പ്രത്യേകം അനുഗ്രഹിച്ചിട്ടുള്ള ഒരു പരിശുദ്ധമായ ഭൂമികയാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ആ ഭൂമികയിലേക്കാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു രാപ്രയാണം ചെയ്യിപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി, അള്ളാഹു അവൻ്റെ അടിമയെ കൊണ്ട് രാപ്രയാണം ചെയ്യിപ്പിച്ചു. മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിപ്പിച്ചു. ആ മസ്ജിദുൽ അഖ്സയുടെ പ്രത്യേകതയാണ് അള്ളാഹു പറഞ്ഞത് അല്ലദീ ബാറക്നാ ഹൗല, അതിൻ്റെ പരിസരം മുഴുവനും പ്രത്യേകം പരിശുദ്ധമാക്കിയിരിക്കുകയാണ്. അത് പരിശുദ്ധമാകാനുള്ള പ്രധാനപ്പെട്ട കാരണമായി മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കാറുള്ളത് അത് പ്രവാചകന്മാരുടെ നാടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളായി യാക്കൂബ് നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, അങ്ങനെ തുടങ്ങുന്ന ബനു ഇസ്രായീൽ, അതായത് ഇസ്രായേൽ വംശജരായിട്ടുള്ള പ്രവാചകന്മാർ. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ആ സന്താന പരമ്പരയാണ് നാം ബനു ഇസ്രായീൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈ പ്രവാചകന്മാരാൽ സമ്പന്നമായി നിൽക്കുന്ന ചരിത്രത്തിൻ്റെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഒരു വലിയ പ്രദേശമാണ് മസ്ജിദുൽ അഖ്സയുടെ പ്രദേശം. അവിടെ എല്ലാ കാലത്തും മുസ്ലിങ്ങളും അതുപോലെ തന്നെ ജൂതരും അതുപോലെ തന്നെ ക്രൈസ്തവരും ഒരുപോലെ സൗഹൃദത്തോടെ ജീവിച്ച നാടും കൂടിയാണ്. എല്ലാവരും സൗഹൃദത്തോടെ ജീവിച്ച നാടാണ്. അവിടെയാണ് മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു AD 638 ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ആ ബൈത്തുൽ മഖ്ദസിന്റെ താക്കോല് കൊടുക്കപ്പെടാൻ വേണ്ടി മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെല്ലുന്നുണ്ട്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് വിളിച്ചത് ആ നാട്ടിലെ ബിഷപ്പുമാർ, അതായത് ആ നാട്ടിലെ ക്രൈസ്തവ പാതിരിമാരും അതുപോലെ തന്നെ ആ നാട്ടിലെ റോമയുടെ സാമന്ത രാജാക്കന്മാരുമാണ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കണ്ടത് അവിടെയുള്ള ആ ക്രൈസ്തവ പാതിരിമാരുമായുള്ള ചർച്ച നടന്നിട്ട് ആ ചർച്ച ശേഷം
ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ചർച്ച് ഓഫ് നേറ്റിവിറ്റിയുടെ മുമ്പിലാണ്. ചർച്ച് ഓഫ് നേറ്റിവിറ്റി എന്ന് പറയുന്നത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ചർച്ച് ഓഫ് നേറ്റിവിറ്റി, ബൈത്തുൽ ലഹമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റി. ആ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമസ്കരിക്കാൻ താങ്കൾക്ക് സമയമായെങ്കിൽ ഇവിടെ നമസ്കരിക്കാം എന്ന് പറയുമ്പോ, ഇവിടെ ഞാൻ നമസ്കരിച്ചാൽ നാളെ മുതൽ എന്റെ ശേഷമുള്ള തലമുറകളിലെങ്ങാനും ഉമർ നമസ്കരിച്ചതാണ് ഈ പള്ളിയിൽ, അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്കാണ് അവകാശം എന്ന് പറഞ്ഞെങ്ങാനും ഒരു തലമുറയെങ്ങാനും നിങ്ങളോട് അവകാശവാദം ചോദിക്കുന്ന ഒരു കാലം വന്നാൽ അതിന് നാളെ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ അതിന് കണക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞയാളാണ് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ കാലം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് വലിയൊരു മുസ്ലിം ഭരണ പ്രദേശമായി. മഹാനായ ഫാറൂഖിന്റെ ആ വരവിനെ കുറിച്ച് ഇന്ത്യയുടെ അഭ്യുന്നതനായ രാഷ്ട്രപിതാവ് പറയുന്നുണ്ട്, ഞാൻ ആ മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്തു വരുന്നത് ഞാൻ എൻ്റെ മനസ്സിന്റെ കണ്ണാടി കൊണ്ട് കാണായിരുന്നു എന്നാണ്. ചരിത്രത്തിലെ ആ മനോഹരമായ യാത്ര. As I pictured him before my mental eye, walking to Jerusalem, upbraiding some of his followers for aping the pomp of their neighbors, refusing to pray in a Christian church, lest succeeding generation might claim to convert it into a mosque, grant in the most liberal terms into the conquered Christians എന്നാണ് ഗാന്ധിജി പറഞ്ഞു വെച്ചത്. ഞാൻ ആ മനുഷ്യന്റെ യാത്രയെ എൻ്റെ മനസ്സുകൊണ്ട് കാണാൻ, as I pictured him in my mental eye, before my mental eye, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോ സ്വന്തം അനുയായികൾ പോലും ഒന്ന് ഗംഭീരമായ വസ്ത്രങ്ങൾ ധരിച്ചു വന്നുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോ പോലും, ലളിത വസ്ത്രം ധരിച്ചു ചെന്ന് അവിടെ നിൽക്കുമ്പോ ആ ബിഷപ്പുമാർ അവിടെ നമസ്കരിക്കാമെന്ന് പറയുമ്പോ പോലും റിഫ്യൂസിംഗ് ടു പ്രേ, അവിടെ നമസ്കരിക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചുകൊണ്ട് ആ നാട്ടിലെ കീഴടക്കപ്പെട്ടു പോയിട്ടുള്ള ക്രൈസ്തവ സഹോദരന്മാർക്ക് നീതി കാണിച്ചു കൊടുത്ത ഉമറിനെ ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു എന്നാണ് മഹാത്മാഗാന്ധി. നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. നൂറ്റാണ്ടുകൾ മുസ്ലിങ്ങൾ ഭരിക്കുന്നു. അവിടെ ജൂതരും അതുപോലെ തന്നെ ക്രൈസ്തവരും വളരെ സൗഹൃദത്തോടെ മുസ്ലിങ്ങളുടെ ഭരണ സംവിധാനത്തിന്റെ കീഴിൽ ജീവിക്കുന്നു. 600 കൊല്ലക്കാലം ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലം വന്നപ്പോഴും 914 ഒന്നാം ലോക മഹായുദ്ധാനന്തരം 920കൾ വരെ, അതായത് ബ്രിട്ടന് പരമാധികാരം കിട്ടുന്ന വിധം പലസ്തീൻ അങ്ങനെ വിഭജിക്കപ്പെടുന്ന സമയം വരെയും അവിടെ മുസ്ലിം ഭരണപ്രദേശമായി നിലനിൽക്കുമ്പോഴൊക്കെ എല്ലാ മനുഷ്യരും ഒരുപോലെ സൗഹൃദത്തോടെ ജീവിച്ച നാടാണ് പലസ്തീൻ. 90% അറബികൾ ജീവിച്ച നാടാണ് പലസ്തീൻ. ഈ 90% അറബികൾ എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരും അറിയണം, അവിടെ അറബികളായ മുസ്ലിങ്ങളും അറബികളായ ക്രൈസ്തവരും അറബികളായ ജൂതന്മാരും. ഇപ്പോ ഈ പലസ്തീനിലേക്ക് യാത്ര ചെയ്യുന്ന സഹോദരന്മാർക്കറിയാം, ബൈത്തുൽ ലഹമിൽ പോയാൽ അവിടെ ക്രൈസ്തവ സഹോദരന്മാരെ കാണാം. ഇപ്പോ നമ്മൾ ഈ ഗാസ മുനമ്പിൽ ആദ്യം ബോംബിട്ട് തകർത്തത് അൽ-അഹ്ലി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ്. ആ അൽ-അഹ്ലി ഹോസ്പിറ്റൽ അവിടുത്തെ ജെറൂസലം അതിരൂപത നടത്തിയിരുന്ന ഹോസ്പിറ്റലാണ്. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, നമ്മുടെ നാട്ടിലും ചില സഹോദരന്മാരൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇസ്രയേൽ ജയിക്കട്ടെ, ഞങ്ങളുടെ ഏതോ വലിയ ഒരു മതസംവിധാനം ജയിക്കുന്നത് പോലെയാണ് ഈ നാട്ടിലെ ചില സഹോദരന്മാർ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാറുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ജൂതന്മാരോട് ഏറ്റവും കൂടുതൽ അസ്പൃഷ്ടത കാണിച്ചിട്ടുള്ള സമൂഹം ഏതാണ്? ഗാന്ധിജി ഫലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്ന 3 പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ യൂറോപ്യർ, അതായത് ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ പാശ്ചാത്യ വൻശക്തികൾ, പ്രത്യേകിച്ചും യൂറോപ്പിലെ ബ്രിട്ടൻ ഉൾപ്പെടെ ജർമ്മനി ഉൾപ്പെടെ അത്തരം വലിയ മഹാപ്രദേശങ്ങൾ, ആ വൻശക്തികൾ മുഴുവനും നിങ്ങളുടെ ചരിത്രം എന്തായിരുന്നു? നിങ്ങൾ ആ നാട്ടിലെ ജൂതന്മാരെ നിരന്തരം വേട്ടയാടുകയും അവരെ ആ നാടുകളിൽ നിന്ന് ആട്ടിയോടിക്കുകയും ചെയ്തവരാണ്. ഗാന്ധിജി പറയുന്നു,
നിങ്ങൾക്ക് മുമ്പിൽ അവർ അൺടച്ചബിൾസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടുകൂടാത്തവരായി, തീണ്ടിക്കൂടാത്തവരായി മലയാളക്കരയിൽ ഒരു കാലത്തുണ്ടായിരുന്നത് പോലെ, ദൃഷ്ടിയിൽ കണ്ടാൽ പോലും ദോഷമുള്ളോ എന്ന് വള്ളത്തോട് സൂചിപ്പിച്ച പോലെ, അല്ല കുമാരനാശൻ സൂചിപ്പിച്ച പോലെ, ആശാന്റെ ദുരവസ്ഥയിൽ അദ്ദേഹം പറയുന്ന പോലെ, അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗമായി കണ്ടിരുന്നവരായിരുന്നു ഈ ജൂതന്മാർ. എന്തിനധികം 14-15 നൂറ്റാണ്ടുകളിൽ ആ സമയങ്ങളിൽ യൂറോപ്പിൽ പടർന്ന് പന്തലിച്ച ബ്ലാക്ക് ഡെത്ത് അഥവാ വലിയ അർത്ഥത്തിലുള്ള പ്ലേഗ് രോഗം ഉണ്ടായപ്പോൾ ആ പ്ലേഗ് രോഗത്തിന്റെ പോലും പ്രധാനപ്പെട്ട കാരണം ഇവരാണ് എന്നു തന്നെയായിരുന്നു ആ നാട്ടിലെ ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള യൂറോപ്യൻ സമൂഹം വിശ്വസിച്ചത്. അതിന്റെ പേരിൽ ക്രൂരമായ മൃഗീയമായ വേട്ടയാടലുകൾ അവർക്കെതിരെ നടത്തിയവരാണ്. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ കണ്ടത്, അവിടെയുള്ള ഈ ക്രൈസ്തവ സമൂഹത്തിലെ വിശ്വാസികൾ പിന്നീട് എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങൾ പോലും നമ്മൾ അങ്ങനെ വായിക്കുന്നു. ഓൺ ജൂൺസ് ആൻഡ് ദെയർ ലൈസ്, ജൂതന്മാരെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ നുണകളെ കുറിച്ചും പറയുമ്പോ മാർട്ടിൻ ലൂതർ എന്ന പ്രഗത്ഭനായ പ്രീസ്റ്റ് പറയുന്നുണ്ട്, ഇവരെ എല്ലായിടങ്ങളിലും കണ്ടാലും കൊല്ലേണ്ടവരാണെന്നും മാത്രല്ല, we are in a fault not slaying them. അവരെ മുച്ചൂട് നശിപ്പിക്കാതെ പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പോലും എഴുതി വച്ചവരാണ്. അതുകൊണ്ടാണ് 1938 എന്ന് പറഞ്ഞാൽ നാസി ജർമ്മനിയുടെ പ്രതാപകാലങ്ങളിൽ ജർമ്മനിയിലെ നാസികളുടെ റാലികളിൽ പോലും ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ഈ മുദ്രാവാക്യം മുഴക്കിയിരുന്നു, വി ആർ ഇൻ എ ഫോൾട്ട്, നമ്മൾ വലിയ കുഴപ്പത്തിലാണ്. നോട്ട് സ്ലേയിങ് ദം, ഇവരെ മുച്ചൂടും തീർത്തില്ല എന്നതിൽ കുഴപ്പക്കാരാണ്. ഞാൻ പറഞ്ഞു വരാൻ പ്രധാന കാരണം, ഇസ്രയേൽ ജയിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അത് മനുഷ്യത്വത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഇന്ന് ഇസ്രയേൽ നടത്തുന്നത് എന്ന് ചരിത്രപരമായി പറയാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി ചോദിച്ചത്, യൂറോപ്പിൽ നിങ്ങൾ ആട്ടിയോടിച്ച ഒരു വിഭാഗം ആളുകൾ, ജർമ്മനിയിൽ നിങ്ങൾ കൊന്നു തള്ളാൻ തീരുമാനിച്ച ഒരു വിഭാഗം ആളുകൾ, എന്തിനാണ് അവരെ കൊണ്ടുവന്ന് നിങ്ങൾ ഒരു രാജ്യം സ്ഥാപിച്ചുകൊണ്ട് 90% അറബികൾ പാർക്കുന്ന നാട്ടിൽ കൊണ്ടുപോയി അവിടെ ഒരു നാടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ന ചോദ്യം ചോദിച്ചത് ഗാന്ധിജിയാണ്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. അദ്ദേഹം പറയുന്നു, ഇന്ത്യയിൽ പലസ്തീൻ എന്ന് പറയുന്ന നാടിന്റെ പ്രത്യേകത, അത് പലസ്തീൻ അറബികളുടേതാണ്. പലസ്തീൻ belongs to the Arabs in the same sense Britain belongs to British, France belongs to French. പലസ്തീൻ എന്ന് പറയുന്നത് അറബികളുടെ നാടാണ്. ഏതുപോലെ ഫ്രാൻസ് എന്ന് പറയുന്ന നാടിന് ഫ്രഞ്ചുകാരുടേതുപോലെ, ബ്രിട്ടൻ എന്ന നാട് ബ്രിട്ടീഷുകാരുടേതുപോലെ തന്നെ ഈ പലസ്തീൻ അറബിയുടേതാണ്. അവിടെ ജീവിച്ച ക്രൈസ്തവരായ അറബിയുടെയും അവിടെ ജീവിച്ച മുസ്ലിം അറബിയുടേതുമാണ്. ആ നാട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ ഇങ്ങനെ ഒരു രാജ്യം സ്ഥാപിച്ചിട്ട് നിരന്തരം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് ഇൻഹ്യൂമൻ ടു ഇംപോസ് ഓൺ അറബ്സ്. അറബികളുടെ തലയിൽ ഇവരെ കൊണ്ടുപോയി കെട്ടിവെക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മനുഷ്യത്വരഹിതമായ ഏർപ്പാടാണ്, ഇൻഹ്യൂമനാണ്. ഇറ്റ് ഈസ് ക്രൈം എന്ന് മാത്രമല്ല, മനുഷ്യരാശിയോട് ചെയ്യുന്ന എ ക്രൈം അഗൈൻസ്റ്റ് ദ ഹ്യൂമാനിറ്റി, മാനവികതയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞയാളാണ് ഗാന്ധിജി. ഗാന്ധിജിയുടെ നയമായിരുന്നു ഇന്ത്യയുടെ നയം. ഗാന്ധിജിയുടെ നയമാണ് അല്ലെങ്കിലും ഇന്ത്യയുടെ നയം. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ, ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ നിയന്ത്രിക്കുകയും ഈ രാജ്യത്തിന്റെ ഐഡിയോളജി എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്ത മഹാത്മാഗാന്ധി, ആ ഗാന്ധിയുടെ ശിഷ്യനായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ, അദ്ദേഹത്തിന്റെ മകളായിരുന്ന ഇന്ദിരാഗാന്ധി, ഇന്ദിരയുടെ മകനായ രാജീവ്. ഞാൻ പറയാൻ കാരണം, ഇന്ത്യയുടെ ദേശീയ നേതൃത്വത്തിന്റെ ഒരു കാലം പലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തോടൊപ്പവും ഇസ്രയേൽ എന്ന ഈ രാജ്യത്തിന്റെ സ്ഥാപനത്തിനെതിരായി നിലകൊണ്ടതാണ് ഇന്ത്യയുടെ ദേശീയ നേതൃത്വം. അത് ഇന്ത്യയുടെ നയമായിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധിജി അങ്ങനെ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നില്ല. 1947 UN അസംബ്ലിയിൽ 181 എന്ന് പറയുന്ന UN പ്രമേയം പാസ്സാകാൻ വേണ്ടിയുള്ള എല്ലാ രാജ്യങ്ങളും ഒത്തുകൂടി ആ പ്രമേയം പാസ്സാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ
ഒരു ശിശുവായി സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് വന്നിട്ടുള്ള ഒരു രാജ്യം ഇന്ത്യ, ആ രാജ്യമാണ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് സമ്മതമല്ല, പലസ്തീന്റെ മണ്ണ് അത് അറബികളുടെ മണ്ണാണ്, ആ മണ്ണിൽ ഇസ്രയേൽ എന്ന രാജ്യം സ്ഥാപിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞത് ഇന്ത്യയാണ്. ഇന്ത്യ റെസൊല്യൂഷനെതിരായി വോട്ട് ചെയ്തു. 181 എന്ന് പറയുന്ന റെസൊല്യൂഷനെതിരായി 1947 നവംബറിലാണ് UN അസംബ്ലിയിൽ ആ റെസൊല്യൂഷൻ വരുന്നത്. അന്നു തന്നെ ഇന്ത്യ അതിനെതിരായി വോട്ട് ചെയ്തു. 1948 മെയ്യിലാണ് ഇസ്രയേൽ എന്ന രാജ്യം സ്ഥാപിതമാകുന്നതെങ്കിൽ അതിനു മുമ്പ് 47 ഈ പറയപ്പെടുന്ന UN അസംബ്ലിയിലെ ഇത് സംബന്ധിച്ചുള്ള റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുമ്പോ അന്നൊരു ശിശുവായി പിറന്നു വീണ ഒരു രാജ്യം ശക്തമായി തന്നെ അതിനെതിരായി നിലകൊണ്ടു എന്നതാണ് ഇന്ത്യയുടെ മഹത്വം. അത് ഇന്ത്യയുടെ മഹത്വമാണ്. ആ ഇന്ത്യയാണ് ഇന്നിപ്പോ സ്വന്തം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു മണ്ണിന് വേണ്ടിയുള്ള പോരാട്ടത്തിനിടയിൽ നിരന്തരം വേട്ടയാടപ്പെടുകയും നിരന്തരമായി പീഡിക്കപ്പെടുകയും ചെയ്തപ്പോ അസഹ്യമായ ഉൾപ്പിടച്ചൽ കൊണ്ട് ഒരു സമയത്ത് ഗത്യന്തരമില്ലാതെ കഴിഞ്ഞ ഒക്ടോബർ 7 കുറെ മിസൈലുകൾ വിടുമ്പോഴേക്കും അവരിതാ ഭീകരവാദികളാണ് എന്ന് പറയാൻ വേണ്ടി തീരുമാനിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത്. അസഹ്യമായ ഉൾപ്പിടച്ചൽ എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മുടെ അനുഭവങ്ങളുടെയും കൂടി സാക്ഷ്യപത്രാൻ. പലസ്തീനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കൽ എൻ്റെ ഒരു അനുഭവം പറയാം. എബ്രോൺ കുന്നുകളിലേക്ക് പോകാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിശുദ്ധ മസാറിലേക്ക്. അവിടെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ, മഹാനായ യഅ്ഖൂബ് നബിയുടെ, ഇസ്ഹാഖ് നബിയുടെ, അവരുടെ ഭാര്യമാരുടെ, അങ്ങനെ ആ വലിയ മസാറിലേക്കുള്ള യാത്രക്കിടയിൽ ഇടക്ക് വെച്ച് പോലീസ് സൈന്യം തടഞ്ഞു, ജൂത സൈന്യം തടഞ്ഞു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് ഇറങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാർഡ് കൊടുത്തു. അദ്ദേഹം തിരിച്ചു വരുമ്പോ അദ്ദേഹം ദേഷ്യം കൊണ്ട് അദ്ദേഹം എന്റെ അടുത്തിരുന്ന സീറ്റിൽ ഇങ്ങനെ അടിച്ചിട്ട് പറയാണ്, നിങ്ങളൊന്ന് നോക്കൂ, ആ ജൂത സൈനിക സത്യത്തിൽ ഈ നാട്ടിൽ പിറന്ന പെണ്ണല്ല, ഈ നാട്ടിൽ ജനിച്ചയാളല്ല. ഞങ്ങളുടെ നാട്ടിൽ ജനിച്ച ഇസ്രയേൽ വംശജരായിട്ടുള്ള ജൂതന്മാരെ ഞങ്ങൾക്കറിയാം. ഇവൾ ഇവിടെയുള്ളവളല്ല. മതത്തിന്റെ പേരിൽ പലസ്തീന്റെ മണ്ണിലേക്ക് ഫിലിപ്പിൽ നിന്ന് കൂടുമാറി വന്ന ഒരു സ്ത്രീയുടെ മുമ്പിൽ പോയി നിന്ന് എന്റെ കാർന്നവന്മാർ നടന്നുപോയ മണ്ണിൽ, എന്റെ തറവാട്ടു സ്വത്തായ മണ്ണിൽ ഞാൻ അവളോട് അനുവാദം ചോദിച്ചിട്ട് പോകണമെന്ന് പറയുന്നതിനേക്കാൾ വലിയ നിന്ദ്യത എന്താണ്? എന്തായിരുന്നു ആ സഹോദരന്റെ ചോദ്യം. എന്റെ നാട്ടിൽ, എന്റെ പിറന്ന മണ്ണിൽ, എന്റെ മുൻഗാമികളായ തലമുറകൾ ജനിച്ച് മരിച്ചു പോയിട്ടുള്ള മണ്ണിൽ, ആ മണ്ണിലാണ് എവിടെന്നോ വന്നുപോയ ഒരു ജൂത മതവിശ്വാസിനി മാത്രമായിട്ടുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്റെ ഐഡന്റിറ്റി തെളിയിക്കേണ്ടി വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ജൂതരാഷ്ട്രം സ്ഥാപിതമാകുന്നതിന്റെ മുമ്പിൽ നടന്നത് മുഴുവനും അധികാരത്തിന്റെ നിരന്തരമായ മധ്യേഷ്യം മുഴുക്കെ എപ്പോഴും തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വിധേയമാക്കണമെന്ന അധികാരദുരയുടെ, സാമ്രാജ്യത്വ കൊതിയുടെ മാത്രം പരിപാടിയായിരുന്നു. അല്ലാതെ മറ്റെന്താണ്? 1914 ഒന്നാം ലോക മഹായുദ്ധം, അതിനു മുമ്പ് വരെ 1 ഇഞ്ച് മണ്ണ് പലസ്തീനിന്റെ മണ്ണിൽ കാലുകുത്താൻ ഒരു ജൂതനെയും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഒരു മഹാനായ സുൽത്താൻ ഉണ്ടായിരുന്നു, സുൽത്താൻ അബ്ദുൽ ഹമീദ് റഹ്മഹുല്ലാ. ആ സുൽത്താൻ ശക്തമായി നിന്നത് തടയുകയും തുർക്കി ഖിലാഫത്ത് തകർന്നു തരിപ്പണമാക്കാൻ വേണ്ടി ഗൂഢാലോചന നടക്കുകയും ചെയ്തു. ഇന്ന് നമ്മളൊരു കാര്യം ആലോചിക്കണം. മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ ആവശ്യത്തിന്റെ ഏറ്റവും വലിയ മർമ്മം തിരിച്ചറിയണം. അന്ന് മധ്യേഷ്യൻ ഭൂവിഭാഗങ്ങളിലൂടെ നടന്നുപോയ ഒരു ബ്രിട്ടീഷ് ചാരന്റെ പേരാണ് R.E. ലോറൻസ് ഓഫ് അറേബ്യ എന്ന പേരിൽ ചരിത്രം അറിയുന്ന R.E. ലോറൻസ്. എന്താ ലോറൻസ് ചെയ്തത്? ലോറൻസ് അറബ് പ്രഭുക്കന്മാരെ പിടിച്ചു. മക്കയുടെ ഗവർണറായിരുന്ന ഹുസൈൻ ഷരീഫ് ഉൾപ്പെടെയുള്ള പ്രഭുക്കന്മാരെ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമ്പത്തും നിങ്ങൾക്ക് അധികാരവും തരാം, ഒറ്റ കാര്യം ചെയ്യാം, നിങ്ങൾക്ക് മുമ്പിൽ തുർക്കി ഖിലാഫത്ത് തകർന്നു കാണണം, എന്നാലേ നിങ്ങൾക്ക് അധികാരം ലഭ്യമാകൂ എന്നവരെ പറഞ്ഞു പറ്റിച്ചു. എല്ലാത്തരം ആശയ വിഭാഗങ്ങളായി നിലകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ പിടിച്ചു. സലഫി മൂവ്മെന്റ് ഉൾപ്പെടെയുള്ളവരെയും കൂടി പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അധികാരാവകാശങ്ങളും മതപരമായ സ്വാതന്ത്ര്യവും തരാം, അതിന് ചെയ്യേണ്ട പണി ഇത്രയുള്ളൂ, തുർക്കി ഖിലാഫത്ത് തകർക്കണം. ഇതേ ലോറൻസ് അന്ന് എഴുതി, when the war broken out,
എപ്പോഴാണോ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് അപ്പോ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പണി, വി ഹാവ് ടു സ്പ്ലിറ്റ് ഇസ്ലാം. മുസ്ലിങ്ങളെ പൂർണ്ണമായി, വി ഹാവ് ടു ഡിവൈഡ് ഇസ്ലാം. ഇസ്ലാമിനെ പൂർണ്ണമായി, മുസ്ലിങ്ങളെ പൂർണ്ണമായി വിഭജിക്കണം. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, അവരുടെ നേതാക്കൾക്കിടയിൽ തമ്മിത്തല്ലുണ്ടാക്കണം. അങ്ങനെ തമ്മിത്തല്ലുണ്ടാക്കിയാൽ, പ്രത്യേകിച്ചും അറബികൾ തുർക്കികളെ പോലെയല്ല, അറബികൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കി അവരെ എല്ലാ കാലത്തും അങ്ങനെ ഭരിക്കാൻ നമുക്ക് സാധ്യമാകും. ആ പരിപാടി ചെയ്താലേ നമ്മുടെ ഇംഗിതങ്ങൾ നടപ്പിലാക്കാൻ സാധ്യമാകൂ എന്നായിരുന്നു ലോറൻസ്. ആ പണി നടന്നു. ആ പണി നടന്നതിന്റെ പേരിലാണ് 1917 ആർതർ ബാൽഫർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഒരു ജൂതന് എഴുതി കൊടുക്കുന്നത്, നമ്മുടെ ഗവൺമെന്റ് ഇതാ താങ്കൾക്കും താങ്കളുടെ സമൂഹത്തിനും വേണ്ടി പ്രത്യേകം ഒരു കാര്യം ഇതാ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി മുതൽ പലസ്തീന്റെ മണ്ണിലേക്ക് പോകാം, എല്ലാ അധികാരവും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നായിരുന്നു ബാൽഫർ ഡിക്ലറേഷൻ, ബാൽഫർ പ്രഖ്യാപനം. ആ 17 പ്രഖ്യാപനാനന്തരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നിങ്ങനെ ഈ പറയപ്പെടുന്ന വിധം ജൂതന്മാർ, ഈ ജൂതൻ എന്ന് പറയുന്നത് നമ്മൾ അറിയേണ്ടത് അവിടെ ജനിച്ചു വീണ് അവിടുത്തെ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന ജൂതനല്ല, ജൂത മതം വിശ്വസിച്ചവരായിട്ടുള്ളവർ. ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള ജൂതമത വിശ്വാസികളും അങ്ങനെ അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി. 948 ആകുമ്പോൾ നമ്മൾ കാണണം, നഖബ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു മഹാദുരന്താണ്. 7 ലക്ഷം മനുഷ്യർക്കാണ് പലസ്തീന്റെ മണ്ണ് നഷ്ടപ്പെട്ടത്. 7 ലക്ഷം മനുഷ്യർക്ക്. അല്ലാഹു ആലം. ഇനി ഗസയുടെ സംഭവത്തെ കുറിച്ച് നമ്മളിങ്ങനെ 10,000, 12,000, 11,000, 11,578 എന്നൊക്കെയാ കണക്ക് പറയാ. അപ്പൊ തോന്നും 11,578 പേരിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി ഖബറിൽ കൊണ്ട് വെച്ച പോലെ ഉണ്ടാകും. എല്ലാം കഴിഞ്ഞിട്ട് ഇനി കണക്ക് വരാൻ പോകുമ്പോ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ശവകുടീരങ്ങളായി മൃതദേഹങ്ങൾ അങ്ങനെ കിടക്കുന്ന കാഴ്ചയെ നമുക്ക് കാണേണ്ടി വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാക്കട്ടെ. പിഞ്ചുമക്കൾ ഈ യുദ്ധം പ്രഖ്യാപിക്കുമ്പോ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്രഖ്യാപനം നിങ്ങൾ കേൾക്കണം. നെതന്യാഹു പറഞ്ഞു, അമേലാക്കുമായി യുദ്ധം ചെയ്യേണ്ടി വരുമ്പോ, അമേലേക്ക് ഏതായി അമേലേക്ക്? പലസ്തീനിലെ ധിക്കാരികളായ സമൂഹത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പറയുന്നത് തോറയിലെ സാമുവൽ അധ്യായം 15:3 അതിലിങ്ങനെ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം അത് എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, അവരുമായി യുദ്ധം ചെയ്യാൻ പോകുമ്പോ നാം അവരെ പൂർണ്ണമായി നശിപ്പിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കണമെന്ന് മാത്രല്ല, അവിടേക്കു ചെന്നാൽ അവിടെയുള്ള പിന്നെ സ്ത്രീകളെയും പുരുഷന്മാരെയും എന്നു മാത്രല്ല, അവിടെയുള്ള കുഞ്ഞുങ്ങളെ വരെ മുഴുക്കെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയുള്ള പണിയെടുക്കണം എന്നാണ് സത്യത്തിൽ നെതന്യാഹു പറഞ്ഞു വച്ചത്. അതായത് നമ്മൾ അവരെ എല്ലാവരെയും മുച്ചൂടും കൊല്ലണം. Now go and attack the Amaleks and devote the destruction all that belongs to them. Do not spare them, but put to death men and women, children and infants, oxen and sheep, camel and donkeys എന്നാണ് ആ സൂക്തം പറഞ്ഞു തരുന്നത്. എന്തൊരു ഭീകരാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്താ പറഞ്ഞത്? Now go to Amalek. അമാലക്കിന്റെ മുമ്പിലേക്ക് പോകണം. എന്നിട്ടോ devote the destruction all that belongs. അവരുടെ കയ്യിലുള്ള സകലതിനെയും നശിപ്പിക്കണമെന്ന് മാത്രല്ല, അവരെ എല്ലാവരെയും ഒരാളെയും ഒഴിവാക്കാതെ കൊന്നുകളയണം. ആണിനെയും പെണ്ണിനെയും കുഞ്ഞുമക്കളെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും ആടിനെയും മാടിനെയും കഴുതയെയും സകലതിനെയും കൊന്നുകളയണം എന്നായിരുന്നു ആ പ്രഖ്യാപനം. ഒരു പ്രധാനമന്ത്രി ഉദ്ധരിച്ച് പറയാൻ, ആധുനിക ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും കാഴ്ചപ്പാടുകളുടെ മനോഹാരിതയുടെയും സൗന്ദര്യത്തിന്റെയും വർത്തമാനം പറയുന്ന ലോക നേതാക്കൾക്ക് മുമ്പിൽ നിന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, ഇതാ വേദപുസ്തകത്തിൽ പറയും പ്രകാരം നമ്മൾ ഇനി യുദ്ധം ചെയ്താൽ അവിടെയുള്ള മുലപ്പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊല്ലണം എന്ന് പറയുന്നത്. മുലപ്പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും. അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ ലോകത്തെ വലിയ ഭരണാധികാരികൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും പറയാം. എല്ലാ കാലത്തും ഈ പറയുന്ന ഇസ്രായേലാകട്ടെ അമേരിക്ക ആകട്ടെ അവർ യുദ്ധം ചെയ്തപ്പോഴൊക്കെ ഈ ഒരു പരിപാടി നടന്നിരുന്നു. നമ്മളത് ഓർക്കുന്നുണ്ട്. ഒരു കാലത്ത് ജോർജ് ബുഷ് പറഞ്ഞതെന്താ? ദൈവം എനിക്ക് സ്വപ്നത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്, ഇതൊരു കുരിശ് യുദ്ധമാണ്, അതുകൊണ്ട് ജോർജ് ബുഷിനോട് പോകാൻ പറഞ്ഞുകൊണ്ടാണ് ദൈവം സംസാരിച്ചത്. മിസ്റ്റർ ബുഷ്, ഗോ ടു ഇറാഖ് ആൻഡ് എൻഡ് ദ ടൈറനി ഓഫ് ഇറാഖ് എന്നായിരുന്നു. എൻഡ് ദ ടൈറനി ഓഫ് ഇറാഖ്. ഇറാഖിന്റെ ചൂഷണം അവസാനിപ്പിക്കണം. ഇറാഖിൽ പോയി അവിടെ നശിപ്പിക്കണമെന്ന് പറയുമ്പോ ഏത് ഇറാഖാണ്?
ഒരു കാലത്ത് ശാസ്ത്രീയമായ പുരോഗതി നേടിയിരുന്ന ഇറാഖ്. ഞാൻ ഈ കഴിഞ്ഞ മാസം ഇറാഖിൽ പോകുമ്പോ അവിടെ നമ്മൾ കാണുന്നത് തകർന്നടിഞ്ഞു പോയിട്ടുള്ള ഒരു നഗരം, നിരന്തരം യാചിച്ചുകൊണ്ട് നടക്കുന്ന കുഞ്ഞു മക്കളുടെ നഗരം. ഞങ്ങളന്ന് ആ യാത്രയിൽ ഞങ്ങളുടെ കൂടെ വന്ന് ചില മസാറുകളൊക്കെ കാണിച്ചു വന്ന ഒരു കൊച്ചു മോനുണ്ടായിരുന്നു. അവന്റെ പേര് യൂസുഫ് എന്നാണ്, ഇപ്പോഴും ഓർക്കാൻ. ആ കുട്ടിയോട് എന്റെ കൂടെ ഉണ്ടായിരുന്ന സിദ്ദീഖ് ഹാജി എന്ന ഖത്തറിൽ ജോലിയുള്ള എന്റെ സഹോദരൻ ചോദിച്ചു, മോനെ നിന്റെ വാപ്പയും ഉമ്മ എവിടെയാണ്? ആ കുഞ്ഞു മറുപടി പറഞ്ഞത് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോവാത്തൊരു വല്ലാത്ത വേദനയാണ്. ആ കുട്ടി പറഞ്ഞു, വാപ്പ ഖബറിലുണ്ട്, ഉമ്മ വീട്ടിലുണ്ട്. അങ്ങനെ ആ ഇത്താമുകൾ യത്തീമുകളായി മാറിപ്പോയ ഒരു ജനത. ഞങ്ങൾ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ സിദ്ദീഖ് ഹാജി വീണ്ടും പറഞ്ഞു, നിയമം അനുവദിക്കുമായിരുന്നെങ്കിൽ യൂസുഫിനെ ഞാൻ കൂടെ കൊണ്ടുപോരുമായിരുന്നു. അത്രയേറെ ഒരു പൂത്തിങ്കൽ പോലെ തിളങ്ങുന്ന ഒരു കുഞ്ഞുമോൻ. അങ്ങനെ എത്ര കുഞ്ഞുങ്ങൾ, 5 ലക്ഷം കുഞ്ഞുങ്ങളെയാണ് അന്ന് അമേരിക്കയുടെ സാങ്ഷൻ, അതായത് അമേരിക്ക നടത്തിയ ഔഷധോപരോധത്തിലൂടെ മാത്രമായി 5 ലക്ഷം കുഞ്ഞുമക്കൾ മരിച്ചു പോയിരിക്കുന്നു എന്നായിരുന്നു അന്ന് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്ക്. ഇന്ന് അതേ ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നു, അൽഷിഫ ഹോസ്പിറ്റലിലെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിച്ചു പോകുന്നു. അൽ-അഹ്ലിയിലെ കുഞ്ഞുമക്കൾ അവർ ബോംബേറിന്റെ മുമ്പിൽ പിടഞ്ഞു മരിച്ചു പോയിരുന്നു. അങ്ങനെ 100 കണക്കിനല്ല 10,000 വരുന്ന കുഞ്ഞുങ്ങളുടെ ദേഹങ്ങൾ പൊട്ടിച്ചെതിർന്ന കാഴ്ച കണ്ട് കരയേണ്ടി വരുന്ന അമ്മമാരുടെ നാടായി പലസ്തീനിലെ ഗാസ മുനമ്പ്. ഗാസ മുനമ്പില് മാത്രമാണ് ഹമാസ് ഉള്ളത്. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ആ പ്രദേശം ഇപ്പോഴും ഭരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. ഒരു പാവം മനുഷ്യൻ മഹ്മൂദ് അബ്ബാസ്, അതേ അങ്ങനെ അവിടെ ജീവിച്ചിരിക്കേണ്ടെന്ന് മാത്രം. അവിടെ ഒന്നും സത്യത്തിൽ ഹമാസ് ഇല്ല. പക്ഷെ അവിടെയും നിരന്തരം ബോംബേറു നടത്തി കുഞ്ഞുങ്ങളെ കൊല ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യം നിറവേറ്റുമ്പോ അത് ഞങ്ങൾ അങ്ങനെ പിഴച്ചറിയാതെ പോകുന്ന ഒരു ബോംബല്ല എന്ന് പറയാനാണ് ഞാൻ നെതന്യാഹുവിന്റെ ഈ പ്രഖ്യാപനത്തെ ഉദ്ധരിച്ചത്. നെതന്യാഹു പറയുന്നു, കുഞ്ഞുമക്കളെ ഉൾപ്പെടെ കൊന്നേക്കണം. ഞാനൊരു കാര്യം എന്റെ സഹോദരന്മാരോട് ചോദിക്കാനും ചിന്തിക്കാനും വേണ്ടി പറയാൻ. ഇത് ബൈബിളിലെ സാമുവേൽ അധ്യായത്തിന്റെ 15:3. ഞാൻ അതിന്റെ മറ്റു വ്യാഖ്യാനങ്ങളെ കുറിച്ചൊക്കെ അവരോട് ചോദിക്കണം. പക്ഷെ ഒറ്റ കാര്യം, ഇങ്ങനെ പോലും പറയാതെ കുഞ്ഞുങ്ങളെ കൊല്ലണമെന്നല്ല, നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോ യുദ്ധം ചെയ്യാൻ ഇങ്ങോട്ട് വന്നവരോട് യുദ്ധം ചെയ്യണേ, നിങ്ങൾ അവരോട് അങ്ങോട്ട് കയറി യുദ്ധം ചെയ്യരുതേ എന്ന് പറഞ്ഞതാണ് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. വഖാതിലു ഫി സബീലില്ലാഹ് അല്ലദീന യുഖാതിലൂനകും, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഇങ്ങോട്ട് വന്നവരോട് യുദ്ധം ചെയ്യണം. വലാ തഅ്തദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, നിങ്ങൾ ഒരിക്കലും അതിക്രമം കാണിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ അതിക്രമിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണ് ഖുർആന്റെ രീതി. യുദ്ധം ചെയ്യാൻ പറഞ്ഞ ആയത്തിൽ പോലും അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഒരു ജനത സമാധാനാന്തരീക്ഷം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിരോധം നടത്താതെ പോയാൽ അവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഇതാണ്, ലഹുദ്ദിമത്ത് സവാമിഉ വബിയഉം വസലവാതുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ മസ്ജിദുകൾ തകർക്കപ്പെടുമെന്ന് പറയാനല്ല, അതല്ല തുടങ്ങിയത്. മറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത്, ലഹുദ്ദിമത്ത് സവാമിഅ, പർണശാലകളിൽ ആരാധനാ നിമഗ്നരായിരിക്കുന്ന അന്യമത സമൂഹങ്ങളുടെ പർണശാലകൾ തകർക്കപ്പെട്ടേനെ. അത് തകർക്കപ്പെടാൻ പാടില്ല എന്ന് പറയാണ് ഖുർആൻ. സമാധാനമില്ലാതെ പോയാൽ അത് തകർക്കപ്പെട്ടേനെ. സിനഗോഗുകൾ, അതായത് ജൂത ദേവാലയങ്ങൾ തകർക്കപ്പെട്ടേനെ. ചർച്ചുകൾ തകർക്കപ്പെട്ടു പോയേനെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമത്തെ പ്രകീർത്തനം ചെയ്യുന്ന മസ്ജിദുകൾ തകർക്കപ്പെട്ടേനെ. നോക്കണം ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത. എല്ലാ സമൂഹങ്ങൾക്കും അവരുടെ മതവൈവിധ്യങ്ങളും ആചാര വൈവിധ്യങ്ങളും നിലനിർത്തി ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തെ കുറിച്ച് പറയുകയായിരുന്നു ഖുർആൻ. അതാണ് ഈ ഗ്രന്ഥത്തിന്റെ ഈ സംസ്കാരത്തിന്റെ സ്വഭാവം. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 29-ാം തീയതി ആ മൃഗീയമായ കൊലപാതകം നടത്തിയിട്ടുള്ള ഭീകരനായിട്ടുള്ള ആ തീവ്രവാദി എങ്ങാനും സത്യം തുറന്നു പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അത് ഭീകര പ്രവർത്തനമാണ്. അതിനാർക്കാ സംശയം? അത് ഭീകര പ്രവർത്തനമാണ്.
ഒരു ജനത പ്രാർത്ഥിച്ചു നിൽക്കുമ്പോ പ്രാർത്ഥനയുടെ ഇടയിൽ കൊണ്ടുപോയി ബോംബ് പൊട്ടിച്ച ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്നത് ഭീകരപ്രവർത്തനം തന്നെയാണ്. പക്ഷെ ആ ഭീകരപ്രവർത്തനം നടന്നപ്പോഴേക്കും എത്ര ആളുകളാണ്? എനിക്കൊരു കാര്യം മനസ്സിലായത് ഇതാണ്. കാര്യമായി സമുദായത്തിന്റെ ഇടയിലൊക്കെ വന്ന് വലിയ മതസൗഹാർദ്ദ പ്രസംഗമൊക്കെ നടത്തുന്ന ചിലരൊക്കെ എണീറ്റു നിന്ന് പിന്നെ ചാനലിൽ ചർച്ച തുടങ്ങി. ഒരാൾ ചർച്ച ചെയ്ത് ഇങ്ങനെയാണ്: യഹോവ സാക്ഷികളല്ലേ, അവർ യഹോവയെ ആരാധിക്കുന്നവരല്ലേ ജൂതന്മാർ. കേരളത്തിൽ ജൂതന്മാരില്ലല്ലോ, അതുകൊണ്ട് ജൂതന്മാരില്ലാത്ത നാടായ ഈ നാട്ടിൽ യഹോവയെ ആരാധിക്കുന്ന യഹോവ സാക്ഷികളെ കൊന്നിട്ടെങ്കിലും പ്രതികാരമെടുക്കണമെന്ന് തീരുമാനിച്ച ആരോ പണിയേൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞു വെച്ചു. എന്തൊരു ഉദ്യോഗാണ്! ഞാൻ ചോദിക്കട്ടെ ലോക സമൂഹത്തോട്, ഈ നാട്ടിലൊക്കെ നിന്നുകൊണ്ട് തന്നെയും ഹമാസാണ് തീവ്രവാദം പറയുന്നത് എന്ന് പറയുന്നവരോട് ചോദിക്കട്ടെ, ഈ പ്രസംഗത്തിന്റെ ഉള്ളടക്കം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അമാലേക്കുമായി യുദ്ധം ചെയ്യുമ്പോ ആ യുദ്ധ സമയത്ത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും ആടുമാടൊട്ടകങ്ങളെയും സകലതിനെയും കൊന്നുകളഞ്ഞേക്കൂ എന്ന് പറയുന്ന ഒരു ബൈബിൾ സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനൊരു ധിക്കാരപരമായി പ്രസംഗിച്ച ഒരാളുടെ പേരാണ് ബെഞ്ചമിൻ നെതന്യാഹു. ആരാ അതിനെതിരെ പറഞ്ഞത്? ആരാ അയാളെ ഭീകരവാദിയാക്കിയത്? സ്വന്തം മണ്ണിൽ ജീവിക്കാൻ കഴിയാതെ നിരന്തരമായി വേട്ടയാടപ്പെടുക. 48 ഉണ്ടായിരുന്ന 56% വരുന്ന ഭൂമി ഒരു അധികാരവും ഒരു അവകാശവും ഇല്ലാത്തൊരു ജനവിഭാഗത്തിന് വീതിച്ചു കൊടുക്കുമ്പോൾ അത് കണ്ണുമിഴിച്ച് നോക്കി നിൽക്കേണ്ടി വരികയും 43% ഒതുങ്ങുകയും പിന്നെ വരുന്ന ബൈത്തുൽ മഖ്ദസിന്റെ ഭാഗം UN-ന്റെ ഒരു ഇന്റർനാഷണൽ അതോറിറ്റി എന്ന നിലയിൽ നിലനിർത്തുകയും ചെയ്തപ്പോഴും മൗനത്തോടെ നിന്നുപോയ ഒരു ജനത, എന്നിട്ടും അത് സമ്മതിച്ചു പോയൊരു ജനത. അത് കഴിഞ്ഞും പിന്നെയും നിരന്തരം 948 തന്നെ നടന്ന അവരുടെ സ്വാഭാവിക പ്രതിഷേധത്തിനു നേരെ കൃത്യമായ ബോംബേറിന്റെയും കൃത്യമായ സൈനിക നീക്കത്തിന്റെയും ഭാഗമായി സ്വന്തം മണ്ണിൽ നിന്ന് 7 ലക്ഷം മനുഷ്യർക്ക് പിന്നെയും കൂടുവിട്ട് പോകേണ്ടി വരുമ്പോഴും സഹിച്ചു നിന്ന ജനത അവസാനം 987 വരേണ്ടി വന്നു. സ്വന്തം കയ്യിലെ ചവണ കൊണ്ട് പോലും ഒരു കല്ലെടുത്തെറിയാൻ വേണ്ടി ഇന്തിഫാദ നടത്താൻ. അതുവരെ ആ സമൂഹം സഹിച്ചു. സ്വന്തം മണ്ണിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും അവർ വിലാപത്തോടെ സമൂഹത്തോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് അനീതിയാണ് ചെയ്തത്? ഞങ്ങളുടെ മണ്ണിൽ, ഞങ്ങളുടെ പ്രപിതാക്കളുടെ മണ്ണിൽ, ഞങ്ങളുടെ പ്രവാചകന്മാർ നടന്നുപോയ മണ്ണിൽ, ഒരുമിച്ച് സാഹോദര്യത്തോടെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ജൂതന്മാരും ജീവിച്ച ഈ മണ്ണിൽ ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി ലോകാധികാരം പറയുമ്പോ ആ അധികാര ശക്തികളോട് ഏറ്റുമുട്ടാതെ സ്വയം ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ച ഒരു സമൂഹം 87 വരുമ്പോഴാണ് സഹിക്കാനാവാതെ അവർ ഇന്തിഫാദ തുടങ്ങി വെച്ചത്. അതാണ് PLO, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. ആ PLOയുടെ നേതാവാണ് യാസർ അറഫാത്ത്. ആ മനുഷ്യനാണ് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോ എന്റെ സഹോദരിയാണ് മരിച്ചത് എന്ന് പറഞ്ഞത്. എന്റെ സഹോദരി വെടിയേറ്റു മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പിഞ്ചുകുട്ടിയെ പോലെ കരഞ്ഞത്. ആ മനുഷ്യന്റെ നാട്ടിലേക്കാണ് പ്രിയപ്പെട്ട ഈ അഹമ്മദ് സാഹിബ് ചെല്ലുമ്പോ ജാമിയ നൂരിയ അറബിയയിൽ ഒരു സമ്മേളനത്തിൽ ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാണ്. പലസ്തീൻ അംബാസിഡർ പറഞ്ഞു, ഇതാ ഈ അഹമ്മദ് സാഹിബ് ഇവിടെ ഇരിക്കുന്നു. ഈ അഹമ്മദ് സാഹിബ് എങ്ങാനും പലസ്തീനിലെ ഗാസയിലോ വെസ്റ്റ് ബാങ്കിലോ വന്ന് മത്സരിച്ചാൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഈ മനുഷ്യന് ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്ന് പറഞ്ഞത് ആ അഹമ്മദ് സാഹിബിനെ കുറിച്ചാണ്. അത്രയേറെ പലസ്തീനി ഇന്ത്യയുമായി ഉണ്ടായിരുന്ന ദൃഢബന്ധമുണ്ട്. ഈ PLOയുടെ ചെയർമാൻ ഒരു ഭരണവിഭാഗത്തിന്റെ അധികാരിയെ പോലെ വന്ന് ലോക നേതാക്കളോടൊപ്പം ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ കാലത്തെ ലോക നേതാക്കളുടെ സമ്മേളനത്തിലെ ഏറ്റവും പ്രഗത്ഭനായ വിശിഷ്ടാതിഥിയായി സ്വീകരിക്കപ്പെട്ടു. ഈ രാജ്യം ഹൃദയം ചേർത്ത് പിടിച്ചു പലസ്തീനെ. ഞാൻ ചോദിക്കുന്നത്, 48 അങ്ങനെ ഒരു ഭീകരമായ കുടിയിറക്കത്തിന്റെ കാലത്തിനു ശേഷവും പിന്നെയും എത്രയും 67 6 ദിവസത്തെ മാത്രം യുദ്ധത്തിലൂടെ അറബ് സമൂഹത്തിലെ ചതിച്ചു തകർത്തു കളഞ്ഞു. ഈ ഇസ്രായേൽ ചതിച്ചു തകർത്തതാണ്. നമുക്ക് ആ ചരിത്രം ഓർമ്മയുണ്ടാകണം. പിന്മാറ്റം ചെയ്യാമെന്ന് ലോക സമൂഹത്തോട് സമ്മതിച്ചതിനു ശേഷം ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മുഴുവനും എയർപോർട്ടുകളിലെ അവരുടെ യുദ്ധവിമാനങ്ങളെ ഒറ്റയടിക്ക് ബോംബ് കൊണ്ട് നശിപ്പിച്ചു കളയുന്ന വിധത്തിൽ 6 ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു പോയ യുദ്ധം. ആ ഓരോ സമയത്തും അധിനിവേശം നടത്തിക്കൊണ്ടേ ഇരുന്ന്
ഒടുക്കം തങ്ങളുടെ സ്വന്തം നാട്ടിൽ ഒരു വൻമതിലുണ്ടാക്കിയിട്ട് അതിന് അകത്ത് കാരാഗ്രഹം പോലെ ജീവിക്കേണ്ടി വന്ന ഒരു ജനത. നമ്മളൊക്കെ അത് ജെറൂസലേമിൽ, അതായത് ബൈത്തുൽ മഖ്ദസിന്റെ ചാരെ നടന്നു പോകുമ്പോ കാണാം, ഏകദേശം 700 ചില്ലുവാനും കിലോമീറ്റർ ഭീകരമായൊരു മതിലുണ്ട്. ആ മതിലിനകത്താണ് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ. സ്വന്തം നാട്ടിൽ അവനൊന്ന് പുറത്തു പോകാൻ, അവനാവശ്യമാകുന്ന ജീവിതോപാധികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു പോകാൻ സ്വാതന്ത്ര്യമില്ലാതെ കഴിഞ്ഞുകൂടേണ്ടി വരുന്ന ഗതികെട്ട ഒരു സമൂഹമായി മാറിയത്. എന്നിട്ടും അവർ സഹിച്ചില്ലേ? കഴിഞ്ഞ 2 മാസം മുമ്പാണ് ജൂത മന്ത്രി ബൈത്തുൽ മഖ്ദസിൽ, പരിശുദ്ധ ബൈത്തുൽ മഖ്ദസിന്റെ മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശനാനുമതിയുള്ള അങ്ങനെ ഇന്റർനാഷണൽ നിയമങ്ങളും കരാറുകളും ഉണ്ടാക്കി വെച്ചിട്ടുള്ള എത്ര വലിയ കരാറുകളാണ്! ഓസ്ലോ അക്കോർഡ് ഉൾപ്പെടെ എത്രയോ കരാറുകൾ. ആ കരാറുകൾ മുഴുവൻ പറഞ്ഞു വെച്ച ആ ബൈത്തുൽ മഖ്ദസിന്റെ പരിശുദ്ധ ഭൂമിയിൽ ചവിട്ടി കയറാൻ ശ്രമിച്ചപ്പോഴും ഈ പലസ്തീനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കുഴപ്പമുണ്ടാകാൻ പോകാണ്. അന്ന് ഞാനുണ്ടെന്ന് അവിടെ. ആ പലസ്തീനി സഹോദരന്മാർ പറഞ്ഞു, കുഴപ്പമുണ്ടാകാൻ പോകാൻ, ഇവര് സമ്മതിക്കാത്ത പോലെയാണ്. ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ, ഞങ്ങളുടെ ബൈത്തുൽ മഖ്ദസ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഖുദ്സ് സംരക്ഷിക്കാൻ പോലും കഴിയാത്ത വിധം ഇവനവന്റെ അധികാരവുമായി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരാണ് എന്ന് പറഞ്ഞ് തലക്കിടച്ചു കരഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട പലസ്തീനി സഹോദരന്മാരെ നമുക്കറിയാം. അതിന്റെയൊക്കെ ബാക്കി പത്രമാണ് സത്യത്തിൽ ഒക്ടോബർ 7 ഉണ്ടായത്. എന്നിട്ട് ഒക്ടോബർ 7 ഭീകരം. ഏതു മനസാക്ഷിയുടെ പേരിലാണ് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ പറയുകയും ചെയ്യുന്ന സഹോദരന്മാരോട് ചോദിക്കട്ടെ, ആ ഒക്ടോബർ 7 പലസ്തീന്റെ ചരിത്രം? നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു മണ്ണ്, ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഒരു സംസ്കാരം ഉണ്ടല്ലോ, ഏതു കാലത്തും നീതിയുടെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ സംസ്കാരം. ഏതു കാലത്തും അത് ചരിത്രത്തിന്റെയും മുമ്പ് നടന്നാലും നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്. ചരിത്രാതീതം എന്ന് പറയാൻ പോലും കഴിയുന്ന വിധം ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ പ്രത്യേകത അതാണ്. ഒരു കിളി കൊല്ലപ്പെട്ട് താഴെ വീഴുമ്പോ മറുകിളി വിധവയായി തലതല്ലി കരയുന്നു എന്ന് കാണുമ്പോഴേക്കും വിതുമ്പിപ്പൊട്ടി കരഞ്ഞിട്ട് നിനക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും സമാധാനമുണ്ടാകാതെ പോകട്ടെ എന്ന് ആ കിളി അമ്പെഴുതി വീഴ്ത്തിയ കാട്ടാളന്റെ നേരെ ശപിച്ചു പറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ. രാമായണത്തിന്റെ നാടാണ് ഇന്ത്യ. മാനുഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാ യത് ക്രൗഞ്ചമിദുനാദ് ഏകം അവധീഹി കാമമോഹിതം. ഏ കാട്ടാള, നിനക്ക് ജീവിതത്തിൽ സ്വാസ്ഥ്യമുണ്ടാകാതെ പോകട്ടെ. എന്തുകൊണ്ടെന്നാൽ ക്രൗഞ്ചമിഥുനങ്ങൾ പരസ്പരം ചുണ്ടുരുമ്മി നിൽക്കുമ്പോ പ്രണയബദ്ധമായ ഈ ഇണത്വത്തിന്റെ ഇടയിലേക്ക് നീ നിന്റെ ക്രൂരമായ അമ്പുകൾ പായിച്ച് ആൺകിളിയെ കൊല്ലുമ്പോ വൈദവ്യത്തിന്റെ തീരാവേദനയോടെ പിടയുന്ന ആ പെൺകിളിയുടെ മുമ്പിൽ നീ ജീവിതത്തിൽ സ്വാസ്ഥ്യമില്ലാതെ പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ രാമായണത്തിന്റെ നാടാണ് ഇന്ത്യ. ആ നാട് പറയേണ്ടതും ഒന്നിച്ചു നിന്ന് പറയേണ്ടതും ഇത് അനീതിയാണെന്ന് പറയേണ്ടതാണ്. അവിടെയാണ് രാജ്യത്തെ വലിയ ചരിത്രത്തെയും ധർമ്മത്തെയും കുറിച്ചൊക്കെ പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇസ്രായേൽ എന്ന് പറയുന്ന കാട്ടാളന് ഞങ്ങൾ കൂട്ടുണ്ട് എന്ന് പറയുന്നത് നാം കേൾക്കേണ്ടി വരുന്നത്. ആ കാട്ടാളന്റെ പ്രഖ്യാപനമാണ് നമ്മൾ കേട്ടത്. പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നേക്കണം. പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നല്ലോ. ഏറ്റവും കൂടുതൽ അറുകൊല ചെയ്യപ്പെട്ടത് ആ പിഞ്ചു മക്കളാണ്. അവരുടെ ചോര കൊണ്ട് എഴുതപ്പെട്ടതാണ് ഈ ഗാസ മുനമ്പിന്റെ ഇന്നത്തെ ചരിത്രം. പക്ഷെ ഒറ്റ കാര്യം ചരിത്രത്തിന്റെ ഇന്നേ വരെയുള്ള അതിന്റെ പാഠങ്ങളെ മുന്നിൽ വെച്ച് പറയാം. സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ ചരിത്രം നാം വായിക്കാൻ തുടങ്ങിയ കാലം മുതലുള്ള ഉറപ്പ് കൊണ്ട് പറയാം, ഈ മക്കളുടെ ഖബറുകളിൽ നിന്ന് ഉയർന്നു വരുന്ന താരകങ്ങളുടെ ശോഭയുടെ മുമ്പിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ജൂതരാഷ്ട്രം ശ്മശാനത്തിലേക്ക് പോകുന്ന കാലം വിദൂരമല്ല എന്നതാണ് സത്യം. അത് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, നുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദഇഫു ഫിൽ അർള്. ഭൂമിയിലെ ദുർബലരായ മനുഷ്യരുടെ അവന്റെ ഉദ്ധാനം നമ്മുടെ ആഗ്രഹമാണ്. അവന്റെ ഉദ്ധാനം, അവൻ ഉയർന്നു നിൽക്കുകയും അവൻ ഭൂമിയുടെ അധികാരിയും അവൻ ഭൂമിയുടെ ഇമാമുമാകാൻ നാം ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞത് ഇതേ ബനൂ ഇസ്രായേലി സമൂഹത്തെ ഫറോവയുടെ അധികാരത്തിന്റെ നുകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന വിമോചകനായ മഹാനായ സയ്യിദുനാ മൂസ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോഴാണ്. അപ്പോഴും അള്ളാഹു പറഞ്ഞു, ഫറോവ
ഇന്ന ഫിറഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅൻ യസ്തളിഉ ത്വായിഫത്തൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. നിശ്ചയം ഫറോവ ഭൂമിയുടെ അധികാരം ഏറ്റെടുക്കുകയും ആളുകളെ വിഭജിക്കുകയും ആൺകുട്ടികളെ കൊന്നുകളയുകയും സ്ത്രീകളെ അപമാനിക്കുകയും ചെയ്ത ലോകത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാരിൽ ഒരാളാകുന്നു എന്നാണ് ഖുർആന്റെ പക്ഷം. ഇന്നും അധികാരി ചെയ്യുന്ന പണി അതാണ്, മനുഷ്യരെ വിഭജിക്കാൻ. ഈ ജൂതനെ സ്വന്തം നാട്ടിൽ നിന്ന് ഓടിച്ച അതേ ബ്രിട്ടീഷു യൂറോപ്യൻ പാശ്ചാത്യ അധികാരി വർഗം തന്നെയാണ് ഇന്ന് ആ ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതനെ കൊണ്ടുപോയി അവിടെ സ്ഥാപിച്ചുകൊണ്ട് പലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യരുടെ നേരെ ബോംബെറിയുന്നത് എന്ന് നാം കാണണം. ഇത് ഇസ്രയേൽ അല്ല. ഇസ്രയേൽ മാത്രമായി അങ്ങനെ ധൈര്യപ്പെടില്ല. അങ്ങനെ ധൈര്യം പകരാൻ ഒരു യാങ്കി മാമനുണ്ട് അവിടെ. ആ യാങ്കി അമ്മാവന്റെ എല്ലാവിധ പിന്തുണയും, അതായത് ഈ ഏകധ്രുവ ലോകത്തിന്റെ ഛത്രാധിപതിയായി വാഴുന്ന അമേരിക്കയുടെ സകല പിന്തുണയും ആയുധശേഷിയും ഉപയോഗിച്ചാണ് സ്വന്തം മണ്ണിലേക്കും നെഞ്ചിലേക്കും വീഴുന്ന മിസൈലുകളുടെയും ബോംബുകളുടെയും ചീളിത്തെറിച്ചു പോയ ഇരുമ്പുകളെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് മിസൈൽ ഉണ്ടാക്കി തിരിച്ചു പറയാനും തിരിച്ചടിക്കാനും ശ്രമിക്കുന്ന ഒരു പാവം ജനതയെ മുഴുക്കെ നശിപ്പിച്ചു കളയാൻ ശ്രമിക്കുന്നത്. ഇത് ജനോസിഡാണ്. ഇത് കൂട്ടവംശഹത്യയാണ്. ഇത് കൃത്യമായ വംശഹത്യയാണെന്ന കാര്യത്തിൽ ആർക്കാ സംശയം? ആ വംശഹത്യ നടക്കുകയാണ്. ഗാസയുടെ മുനമ്പിൽ ആരോടാ യുദ്ധം? കുഞ്ഞുമക്കളോട്, ആൺകുട്ടികളോടല്ല. ആൺകുട്ടികളോട് യുദ്ധം ചെയ്യുമ്പോ ഇസ്രയേലിന്റെ ടാങ്കുകൾ ഇങ്ങനെ തെറിച്ചു പോകുന്നത് നമ്മൾ കാണുമ്പോ അവന് ചെയ്യാൻ കഴിയുന്ന എല്ലാത്തരം ക്രൂരതയും അവൻ ചെയ്തു വെക്കുന്നത് മുലപ്പാല്, അമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ ശരീരത്തിലേക്ക് ഈ ബോംബ് വർഷിച്ചിട്ടാണ്. നിരപരാധികളായ രോഗികൾ പാർക്കുന്ന ആശുപത്രികൾ ചുടലക്കളങ്ങളാക്കി മാറ്റിയിട്ടാണ്. എന്നിട്ടും പക്ഷേ എന്തൊരു ധൈര്യം, എന്തൊരു വല്ലാത്ത ആത്മധൈര്യം. കോൺക്രീറ്റ് കൊട്ടാരങ്ങളുടെ തകർന്നടിഞ്ഞ കോൺക്രീറ്റ് കൂനകളിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴും കാലുകൾ വലിച്ചെടുക്കുമ്പോഴും സ്വച്ഛമായ ശാന്തതയോടുകൂടെ ചിരിക്കുന്ന ആ പലസ്തീനിലെ ഗസ മുനമ്പിലെ കുഞ്ഞുമക്കളെ കാണുമ്പോ നമ്മളിങ്ങനെ നാണിച്ചു തലതാഴ്ത്തി പറയണം, എന്തോ ധൈര്യം മോനെ, നിന്റെ പുഞ്ചിരിയുടെ മുമ്പിൽ ഈ ഏകഛത്രാധിപതി അവസാനം തോറ്റു തുന്നം പാടുന്ന കാലം വരിക തന്നെ ചെയ്യും. വല്ലാത്ത ആത്മധൈര്യം, വല്ലാത്ത ആത്മധൈര്യം. ഈ ഭീകരതക്കു നേരെയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത്. എന്നെ കേൾക്കുന്ന എല്ലാ മനുഷ്യരോടും ഞാൻ പറയുന്നു, ഈ ഭീകരതക്കു നേരെയാണ്. അവനവന്റെ നാട്ടിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ എങ്ങനെയാ ഭീകരമാകാം? അങ്ങനെ ഭീകരമാകുമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ കാണുന്നില്ല? ആ പോരാട്ടങ്ങളിൽ എത്ര പേരുണ്ടായിരുന്നു? ഭഗത് സിംഗിനെ പോലെ, നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലെ, എന്തിന് മൗലവി അഷ്ഫാഖുല്ലയെ പോലെ എത്രയോ പ്രഗത്ഭരായ ഹൈന്ദവ മുസ്ലിം പണ്ഡിതന്മാരെ പോലെ ഒരുമിച്ച് ഇങ്ങനെ തൂങ്ങിയാടാനായി കഴുമരത്തിലേക്ക് കയറുമ്പോ ഒരാള് ഭഗവത്ഗീതയുടെയും മറ്റൊരാൾ പരിശുദ്ധ ഖുർആനിന്റെയും ഉദ്ധരണികൾ ഉച്ചരിച്ചുകൊണ്ട് തന്നെ കഴുമരത്തിലേറുമ്പോ അവരൊക്കെ വലിയ ഭീകരവാദികളായിരുന്നു. ബ്രിട്ടീഷുകാരന്റെ മുമ്പിൽ അവർ വലിയ ഭീകരവാദികളായിരുന്നു. അതാണ് ഭീകരതെങ്കിൽ ആ ഭീകരത സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെതാണ്. അവനവന്റെ മണ്ണ് അധിനിവേശ ശക്തികൾ കൈയടക്കുകയും അവനവന്റെ സ്ത്രീകളെ മാനഭംഗം ചെയ്യുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു നിൽക്കാനാവാത്ത മനുഷ്യന്റെ അവസാനത്തെ പ്രതികരണം മാത്രമാണത്. ആ പ്രതികരണം നടത്തുമ്പോ നിങ്ങളത് ഭീകരമാക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ ചരിത്രപരമായ നാണക്കേടെന്താണ്? ആ ചരിത്രപരമായ നാണക്കേടാണ് ഇന്നു ചില ആളുകൾ, ചില സഹോദരന്മാർ. ഞാൻ ആ സഹോദരന്മാരോട് പറയുന്നു, നിങ്ങൾ ഏതു ചരിത്രത്തെയാണ് വായിച്ചത്? പലസ്തീന്റെ ചരിത്രത്തിൽ അവിടെ കൊല ചെയ്യപ്പെട്ടത് മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ അൽ-അഹ്ലി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ജെറൂസലം അതിരൂപതയുടേതാണ്. ഞങ്ങളൊക്കെ പലസ്തീനിൽ ചെന്നാൽ ബൈത്തുൽ മഖ്ദസിന്റെ ചാരെ, പ്രത്യേകിച്ചും ബൈത്തുൽ ലഹമിലെ അവിടെയുള്ള ഹോട്ടലുകളിൽ പോയി അവിടെ താമസിക്കുമ്പോൾ ആ ഹോട്ടലുകളുടെ മുഴുവനും മിക്കവാറും ഹോട്ടലുകളുടെയും മുതലാളിമാർ ക്രൈസ്തവ സഹോദരന്മാരാണ്. പാചകം ചെയ്യുന്ന പലസ്തീനി മുസ്ലിം സഹോദരന്മാരും ആ ക്രൈസ്തവ സഹോദരന്മാർ കൂടി അടങ്ങുന്ന ഈ പലസ്തീനിലെ ഗാസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കുമാണ് ഇപ്പോഴും ഇസ്രയേൽ ബോംബേറ് നടത്തുന്നത് എന്ന ബോധ്യമെങ്കിലും ഞാൻ എൻ്റെ ചില സഹോദരന്മാരെ ഓർമ്മപ്പെടുത്താൻ.
ഞാൻ അവരെ പേര് കൊണ്ടോ ഒന്നും ആക്ഷേപിച്ചുകൊണ്ട് പറയല്ല, പക്ഷേ മനസാക്ഷി ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഇത് കുരിശുയുദ്ധമാണ്, നമുക്ക് കുരിശുയുദ്ധത്തിന്റെ കൂടെ നിൽക്കാം എന്നൊക്കെ പോലും പറയാൻ ശ്രമിക്കുന്നവരോട് പറയാൻ, അങ്ങനെയെങ്കിൽ ഇത് ഭീകരമായ ഒരു കാലമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഖുർആൻ പറഞ്ഞതെല്ലാം സമാധാനത്തെ കുറിച്ചാണ്. ഇതേ പലസ്തീനിന്റെ അധികാരം കൈയാളുമ്പോ അവിടെയുള്ള ഈ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയുടെ മുമ്പിൽ വന്നു നിന്നിരുന്ന ബിഷപ്പുമാരോടായി മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? നമ്മളും നിങ്ങളും തമ്മിൽ ഒരു കരാറുണ്ടാക്കാൻ. ആ കരാർ ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കാം, ഉഹ്ദത്ത് ഉമർ എന്ന പേരിൽ കാണാം. ആ കരാറിൽ മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതിയത് ഇങ്ങനെയാണ്: ക്രൈസ്തവ സഹോദരന്മാരെ, നിങ്ങളുടെ കനീസകളിൽ ആരും വന്ന് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടവരോ മുസ്ലിങ്ങളോ ആരാധന നടത്താത്ത വിധം നിങ്ങളുടെ ആരാധനാചാര സ്വാതന്ത്ര്യം ഞാനിതാ ഉറപ്പു തരുകയാണ്. ഖിലാഫത്ത് അതിന് ഉറപ്പു തരുകയാണ്. നിങ്ങൾക്ക് ഈ നാട്ടിൽ നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാൻ, നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും ഖിലാഫത്ത് ഉറപ്പു തരുന്നു എന്ന് പറഞ്ഞ ഉഹ്ദത്ത് ഉമർ നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മുസ്ലിങ്ങളുടെ ഭരണകാലങ്ങളിൽ ഒരിക്കൽ പോലും ഒരു ജൂതനോ ക്രൈസ്തവനോ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഒന്നാം കുരിശുയുദ്ധ കാലത്ത് പോപ്പ് അർബന് എഴുതിയ കത്തുന്ന ചരിത്രത്തിലുണ്ട്. അന്നത്തെ സൈന്യാധിപന്റെ കത്താണ്. ബൈത്തുൽ മഖ്ദസിന്റെ മുറ്റത്ത്, ഞങ്ങളിപ്പോ ഖുദ്സിന്റെ മുറ്റത്താണ്, അതായത് ജെറൂസലമിലെ മുസ്ലിം വിശുദ്ധ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുകയാണ്. പോപ്പ് അർബൻ എന്ന അന്നത്തെ പോപ്പിന് എഴുതിയ കത്തിങ്ങനെയാണ്: ഞങ്ങളുടെ കുതിരകളുടെ കുളമ്പുകൾ നനഞ്ഞു നിൽക്കുന്നത് മുസ്ലിം രക്തം കൊണ്ടാണെന്നാണ്. AD 1090 അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, അതിനുശേഷം കൃത്യം ഏകദേശം 90 കൊല്ലം കഴിയുമ്പോ മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മഖ്ദസിനെ തിരിച്ചെടുക്കുമ്പോ അവിടെ വന്ന കുരിശ് യോദ്ധാക്കളായ പടയാളികളോട് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്, വീടുകളിലേക്ക്, അഭയകേന്ദ്രങ്ങളിലേക്ക് പോകാം, മുസ്ലിം ഭരണ സംവിധാനം നിങ്ങൾക്ക് വേണ്ട ചെലവ് തരും എന്ന് പറയുകയായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണമുണ്ട്. മക്കയിലേക്ക് ജയിച്ചു ചെല്ലുമ്പോൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പരാജിത ജനവിഭാഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിച്ചത് എങ്ങനെയാണ്: നിങ്ങളിപ്പോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു. ആ പരാജിത ജനവിഭാഗം എന്ന് പറയുന്നത് ചില്ലക്കാരല്ല. അവരിൽ ഒരാളുണ്ട്, മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കരളെടുത്ത് ചവച്ചു തുപ്പിയ ഹിന്ദുണ്ട്. ഹംസയുടെ ഘാതകനായ വഹ്ശിയുണ്ട്. അങ്ങനെ പലരുമുണ്ട് റളിയല്ലാഹു അൻഹു. അവരെല്ലാവരും നിൽക്കുമ്പോഴാണ് ശത്രുപക്ഷത്തോടുള്ള ചോദ്യം, നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന ചോദ്യം. മാന്യത പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോ ഇദ്ഹബു അൻതും തുലഖാ, പൊക്കോളൂ, നിങ്ങളെല്ലാം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് സ്വതന്ത്രമായി പൊക്കോളൂ. അൻതുമുൽ ഉമനാ, നിങ്ങൾ നിർഭീതരാണ് എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ചരിത്രകാരൻ പറഞ്ഞു, ഹി എൻറ്റേർഡ് മക്ക, മക്കയിലേക്ക് കയറി. നോ ഹൗസ് വാസ് റോബ്ഡ്, ഒരു വീടും കൊള്ളയടിക്കപ്പെട്ടില്ല. നോ വിമൻ വാസ് റേപ്ഡ്, ഒരു പെണ്ണും ബലാത്കാരത്തിന് വിധേയമാക്കപ്പെട്ടില്ല. ഹവർ ദ പീപ്പിൾസ് വെയർ ട്രീറ്റഡ് വിത്ത് സ്പെഷ്യൽ മാഗ്നാനിമിറ്റി, വല്ലാത്ത മഹാമനസ്കത കൊണ്ടാണ് ആ ജനത പരിചരിക്കപ്പെട്ടത്. ത്രൂ ഓൾ ദ ആനൽസ് ഓഫ് കോൺക്വസ്റ്റ് there is no triumphant entry comparable to this one. മാനവ ചരിത്രത്തിന്റെ ഇന്നേ വരെയുള്ള ജേതാക്കളുടെ ജൈത്രയാത്രകളെ മുഴുവനും നിങ്ങൾ പരതി നോക്കിക്കോളൂ. ഇതുപോലെ ഒരു ജേതാവും കീഴടക്കപ്പെട്ട ജനതയുടെ മുമ്പിൽ നീതിബോധത്തോടെ നിന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് സ്റ്റാൻലി ലൈൻപൂൾ എന്ന പ്രഗത്ഭനായ ചരിത്രകാരനാണ്. അതുകൊണ്ട് ആ സലാഹുദ്ദീൻ അയ്യൂബിയും പറഞ്ഞത്, നിങ്ങൾക്ക് പോകാം, നിങ്ങളുടെ അഭയ കേന്ദ്രങ്ങളിലേക്ക് പോകാം, മുസ്ലിം സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാഹ്. അതാണ് ഖുദ്സിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടത്. അതാണ് നൂറ്റാണ്ടുകളുടെ പൈതൃകമായി ഖുദ്സിന്റെ മുമ്പിൽ മഹാന്മാരായ സുൽത്താൻമാർ, തുർക്കി സുൽത്താൻമാരെല്ലാം ചെയ്തു വച്ചത്. അവിടെ മുസ്ലിങ്ങളും അവിടെ ജൂതന്മാരും അവിടെ ക്രൈസ്തവരും സൗഹൃദത്തോടെ ഒരുമയ്യായി ജീവിച്ചവരാണ്. അതിനിടയിലേക്ക് വന്ന ഈ ഭീകരമായ പ്രവർത്തനം നോക്കണം നിങ്ങൾ. ഈ യുദ്ധം തുടങ്ങിയ എന്തൊക്കെ വലിയ നുണയ. CNN റിപ്പോർട്ടർ, ഒരു ലേഖിക, അവര് പറഞ്ഞു, 40ഓളം കുട്ടികളെയാണ് ഹമാസ് കൊന്നുകളഞ്ഞത് എന്ന്. 40ഓളം കുട്ടികളെ. എന്നിട്ട് അവര് തന്നെ തിരിച്ചു പറഞ്ഞു, പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന വാർത്തയാണ്
അത്രയും കുട്ടികളെ ഹമാസ് തലയറുത്ത് കൊന്നിട്ടുണ്ട് എന്ന വാർത്ത. പക്ഷേ they cannot confirm it. ഇപ്പൊ അവർക്കത് പൂർണ്ണമായി ശരിവെക്കാൻ കഴിയുന്നില്ല. എനിക്കൊരു തെറ്റു പറ്റിയിട്ടുണ്ട്, ഞാനത് ഉറപ്പാക്കേണ്ടിയിരുന്നു, ഐ ആം സോറി എന്ന് പറയാണ് ആ സ്ത്രീ. അപ്പോഴേക്കും ആ വാർത്ത പരന്നു. വലിയ യജമാനൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതാ 40ഓളം കുട്ടികളെ കഴുത്തെറുത്തു കൊന്ന ഭീകരനായിട്ടുള്ള ഹമാസ്. ജോ ബൈഡൻ അത് പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷേ ജോ ബൈഡന് പോലും അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് വൈറ്റ് ഹൗസിന് തിരുത്തേണ്ടി വന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെ പെരുന്നുണകളുടെ കലാശക്കൊട്ടു നടത്തി ഒരു ജനതയുടെ വംശനാശത്തിന് വേണ്ടിയുള്ള ഇമ്മാതിരി ഒരു ഏർപ്പാടിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടെ മുസ്ലിം ലോകമേ, അല്ല മനുഷ്യ സമൂഹമേ, മനസാക്ഷി ഉണർന്നു നിന്നുകൊണ്ട് പറയണം, ഇസ്രായേൽ നീ ചെയ്യുന്ന ഏറ്റവും വലിയ ഈ കിരാതമായ ഈ അധികാരത്തിന്റെ ഹുങ്കുണ്ടല്ലോ, അത് ചരിത്രത്തിന്റെ ശ്മശാനത്തിലേക്കുള്ള നിന്റെ യാത്രയുടെ തുടക്കമാണ് എന്ന് പറയാൻ മനസാക്ഷിയുള്ള മനുഷ്യൻ ഉണർന്നു നിൽക്കേണ്ട കാലമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം. പുണ്യനബിയുടെ പരിശുദ്ധമായ ഒരു വചനം ഞാൻ ഓർക്കാൻ, ലൗ അല്ലമതു ഉമ്മത്തി അദ്ദീനാറ വദ്ദറാഹിം, എന്റെ ജനത, എന്റെ സമുദായം ദീനാറും ദിർഹമും മാത്രം പൂജിച്ചു നടക്കുന്ന കാലം വന്നാൽ നുസിയാത്ത് മിൻഹാ ഹൈബത്തുൽ ഇസ്ലാം, ഈ ഇസ്ലാമിനെ കുറിച്ചുള്ള ഈ പരിശുദ്ധമായ അഭിമാനബോധം അവരിൽ നിന്ന് താനെ ഉയർന്നു പോകപ്പെടും, അത് ഊരിയെടുക്കപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ. കഴിഞ്ഞ ദിവസം റിയാദിൽ എല്ലാവരും കൂടി ഇപ്പൊ നമ്മൾ ആലോചിച്ചു പോയി, ഇപ്പൊ വരും, ഇപ്പൊ എന്തൊക്കെയും സംഭവിക്കും. ഇതോടെ ആ പാവപ്പെട്ട കുഞ്ഞുമക്കൾക്ക് സമാധാനം കിട്ടാവുന്ന രാഷ്ട്രാന്തരീയമായ നീക്കങ്ങൾക്ക് ബലമുണ്ടാകും, സമ്മർദ്ദം ഉണ്ടാകും. ഫ്രാൻസ് പോലും പറഞ്ഞപ്പോഴും അത് പറയാൻ കമാ എന്നൊന്ന് ധൈര്യമായി പറയാൻ പോലും കഴിയാതെ നിന്ന ഒരു അറബ് ഭരണാധികാരികളുടെ കൂട്ടത്തെ കാണുമ്പോ നമുക്ക് ഈ ഹദീത്ത് ഇങ്ങനെ ഓർമ്മ വരാണ്. ലൗ അല്ലമതു ഉമ്മത്തി അദ്ദീനാറ വദ്ദറാഹിം, ഇസ്രായേലുമായി ചെയ്ത വ്യാപാര കരാറുകളുടെ മില്യനും ട്രില്യനും കണക്കിന് വരുന്ന സമ്പത്തിന്റെ വലിപ്പത്തിന്റെ കൂമ്പാരത്തിന്റെ മുമ്പിൽ അടയിരിക്കുമ്പോ ഒരൊറ്റ അറബ് യജമാനിന് പോലും ആ കുഞ്ഞുങ്ങളുടെ തീരാവേദന കാണാൻ കഴിയാതെ പോകുന്നു എന്നതാണ് ഈ ഹദീസിന്റെ ഉള്ളടക്കം. ലൗ അല്ലമതു ഉമ്മത്തി അദ്ദീനാറ വദ്ദറാഹിം, ദിർഹമും ദീനാറും പൂജിക്കുന്ന കാലം വന്നാൽ നുസിഅത് മിൻഹാ ഹൈബത്തുൽ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാമിനോടുള്ള ആ ഹൈബത്ത് തന്നെ ഊരിയെടുക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ഐക്യദാർഢ്യത്തിന്റെ റാലി മാത്രം പോരാ, അർദ്ധരാത്രിയുടെ ഉള്ളടക്കത്തിൽ ഇരുന്ന് തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറയണം, അല്ലാഹ് മനസാക്ഷിയെ മരവിപ്പിച്ചു കളയുന്ന കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത വിധം പിഞ്ചു കുഞ്ഞുമക്കളുടെ ശരീരങ്ങൾ പൊട്ടിച്ചിതറുന്ന കാഴ്ചയുടെ മുമ്പിൽ, അല്ലാഹ് ഞങ്ങളുടെ സഹോദരിമാർ മാനഭംഗം ചെയ്യപ്പെടുന്ന കാഴ്ചയുടെ മുമ്പിൽ പടച്ചവനെ, ആ സമൂഹത്തിന് സമാധാനത്തോടെ ക്ഷമിക്കാൻ സാധിക്കാൻ നീ തൗഫീഖ് നൽകണേ എന്ന് ദുആ ചെയ്യാൻ കഴിയണം. അത് കഴിയുന്നില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും മനസ്സ് മരവിച്ചു പോയിട്ടുണ്ട് എന്ന് പറയണം. മനസാക്ഷിയില്ലാത്ത മനുഷ്യരെ പറയണം, നിങ്ങളുടെ മനസാക്ഷി മരവിച്ചു പോയിട്ടുണ്ട്. കാരണം അത്രമേൽ ഭീകരമായി, വെള്ളം കുടിക്കാൻ വെള്ളമില്ലാതെ, ഒന്ന് തങ്ങളുടെ ശൗച്യം ചെയ്യാൻ പോലും കഴിയാതെ 5000 പേർക്ക് ഒരൊറ്റ ടോയ്ലറ്റ് എന്നൊക്കെ പറയുന്ന കാഴ്ചയെ കുറിച്ച് ആലോചിക്കണം. വീട്ടിലെ 4-5 ടോയ്ലറ്റുകളെ നോക്കി നിന്ന് എവിടേക്കും സുഗമമായി പോകാൻ വേണ്ടി കഴിയുന്ന ഈ കേരളത്തിലെ മലയാളി മുസ്ലിം ആലോചിക്കണം. 5000 പേർക്ക് ഒരൊറ്റ ശൗച്യമുറി കൊടുത്തിട്ട് അങ്ങനെ ഭീകരമാം വിധം ആ സമൂഹത്തെ പീഡിപ്പിക്കുകയും വെള്ളമോ വൈദ്യുതിയോ കൊടുക്കാത്തവയും ഇരുട്ടിൽ തപ്പി എപ്പോഴാ ബോംബ് വരുന്നതെന്ന് കാത്തുനിന്ന് തങ്ങളുടെ മൃതദേഹങ്ങൾ ചിതറിപ്പോകുമ്പോഴും ഒരു കയ്യെങ്കിലും കിട്ടിയാൽ അതിലെന്റെ പേരുണ്ടാകണേ എന്ന് പറയാൻ പേരെഴുതി വെക്കുന്ന പലസ്തീനി കുഞ്ഞുമക്കളെ ഓർക്കണം. തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ കുഞ്ഞിന്റെ മയ്യത്തുകളെ അടക്കി പിടിച്ചുകൊണ്ട് കരയുന്ന മാതാപിതാക്കളെ ഓർക്കണം. ആ പരിശുദ്ധമായ ആ മണ്ണിനെ ഇങ്ങനെ നിരന്തരം നിണമണിയിക്കുന്ന ഈ രക്തരക്ഷസിന്റെ മുമ്പിൽ അല്ലാഹുവേ നിന്റെ അദാബുകൾ ഇറങ്ങണേ എന്ന് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അവന്റെ എല്ലാ തരത്തിലുമുള്ള സാമ്പത്തികമായിട്ടുള്ള ഉറവിടങ്ങളായി വരുന്ന സകല ഇസ്രായേലി അമേരിക്കൻ ഉൽപ്പന്നങ്ങളോടും പറയണം നോ എന്ന് പറയുമ്പോ ഒരുപക്ഷെ നിങ്ങൾക്ക് ബർഗർ തിന്നാൻ പറ്റില്ല എന്ന് വരാം, നിങ്ങൾക്ക് ബിസ്ക്കറ്റ് കഴിക്കാൻ പറ്റില്ല എന്ന് പറയാം. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, പച്ചവെള്ളം കുടിക്കാതെ നിൽക്കുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ബിസ്ക്കറ്റ് വാങ്ങണമെന്ന് പറയുമ്പോ നോ മോനെ, അവിടെയുണ്ട് ഗാസ മുനമ്പിൽ പച്ചവെള്ളം കുടിക്കാത്ത കുഞ്ഞുമക്കൾ, നിന്നെപ്പോലെ നിന്നേക്കാളും അപ്പുറം
വല്ലാത്ത വേദന കൊണ്ട് കരയുന്ന കുഞ്ഞുമക്കളുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ജനതക്ക് സമാധാനം നൽകട്ടെ. ഒറ്റ കാര്യമുണ്ട്, ഇതെല്ലാം ചരിത്രത്തിൽ ഇതിനേക്കാളും അപ്പുറത്തെ ഭീകരതകൾ കണ്ടതാണ്, ഇതിനേക്കാൾ വലിയ ഭീകരതകൾ. പക്ഷെ അപ്പോഴും നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കഅബയുടെ പരിശുദ്ധമായ ആ ഭിത്തിയിലേക്ക് ചാരി നിന്നിട്ട് തളർന്നു പോയ ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അഫലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, ഒന്ന് പ്രാർത്ഥിക്കുമോ ഞങ്ങൾക്ക് വേണ്ടി എന്ന ചോദ്യം. ആ ചോദ്യം ചോദിച്ച ഖബ്ബാബിനോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഖബ്ബാബ് വല്ലാഹി ലയുതിമ്മന്ന ഹാദൽ അംർ, ഈ മതം അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഖബ്ബാബ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യസ്രിബിലേക്ക് ഓടുമ്പോ, മദീനയിലേക്ക് പോകുന്ന നേരത്ത് തന്റെ പിന്നാലെ കൂടിയ സുറാഖത്ത് ബിൻ മാലിക് അയാളുടെ കുതിരയുടെ കുളമ്പുകൾ താഴ്ന്നു പോകുമ്പോ ചെന്നു നിന്നിട്ട് ഇതേ മുഹമ്മദ് മുസ്തഫ ചോദിച്ച ചോദ്യമുണ്ട്, ഏ സുറാഖ, നാളെ ഒരു കാലം വരും, അന്ന് പേർഷ്യയുടെ കനക കുമ്പാരങ്ങളിൽ നിന്ന് ആ ചക്രവർത്തി അണിഞ്ഞിരുന്ന കനക ആഭരണങ്ങളിൽ നിന്ന് ചിലത് നിന്റെ കയ്യിൽ അണിയപ്പെടുന്ന കാലം വന്നാൽ എന്തു തോന്നുന്നു സുറാഖ എന്നായിരുന്നു ചോദ്യം. എപ്പോഴാ ചോദ്യം ചോദിച്ചതെന്നോ? നാട് വിട്ട് ഓടുന്ന നേരം. ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് സുറാഖ കണ്ണുമലച്ചു നോക്കിയത്. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് മഹാനായ ഫാറൂഖ് പേർഷ്യ കീഴടക്കിയതിനു ശേഷം അവിടുന്ന് സൈന്യം വരുമ്പോ, ആ കനക കുമ്പാരങ്ങളുമായി വരുമ്പോ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഐന സുറാഖത്ത് ബിൻ മാലിക്, എവിടെയാ സുറാഖ? ഒരിക്കൽ പുണ്യനബിയെ പിടിച്ചു കൊടുത്താൽ ഇനാം കിട്ടാൻ വേണ്ടി ഓടി വന്ന സുറാഖ. ആ സുറാഖ ഇപ്പൊ മുസ്ലിമാണ്. ആ സുറാഖയെ വിളിച്ചിട്ട് അദ്ദേഹത്തെ അടുത്തു നിർത്തിയിട്ട് മഹാനായ ഫാറൂഖ് പറഞ്ഞു, സുറാഖ, ഒരിക്കൽ പുണ്യനബി പറഞ്ഞത് ഇതാ സത്യമായിരിക്കുന്നു, അതുകൊണ്ട് താങ്കളുടെ കൈകളിൽ ഈ വളകൾ ഇട്ടു തരികയാണ് എന്ന് പറയുമ്പോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സ്വർണ്ണമാണിന് ഹലാലാകുമോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ നൽകുന്നുള്ളൂ, അത് സുറാഖത്ത് ബിൻ മാലിക്കിന് മാത്രമാണ് എന്നാണ്. സുറാഖത്ത് ബിൻ മാലിക്. എന്താ കാര്യം? ആ പ്രതീക്ഷ ഘട്ട കാലത്തും പ്രതീക്ഷയുടെ ആകാശം പണിത മുഹമ്മദ് മുസ്തഫ. ഖന്തക്കിന്റെ കിടങ്ങ് കുഴിക്കുമ്പോ പാറക്കല്ല് പൊട്ടാതെ നിന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ വിശന്നിട്ട് വയ്യല്ലോ എന്ന് പറയുമ്പോ തന്റെ ഉടുപ്പ് മാറ്റിവിട്ട് ഇതാ ഇവിടെയുണ്ട് 2-3 കല്ലുകൾ കെട്ടിവെച്ച് നടുകല്ല് നിവർത്തി പിടിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ആ പിക്കാസ് വാങ്ങിയിട്ട് ആ കല്ലിൽ ഇങ്ങനെ ആഞ്ഞു വെട്ടുമ്പോ ചിതറിത്തെറിച്ച അഗ്നിസ്ഫുലിംഗങ്ങളെ നോക്കിയിട്ട് പറയുന്നുണ്ടല്ലോ മുഹമ്മദ് മുസ്തഫ, ഇതാ ഈ 2 അഗ്നിസ്ഫുലിംഗങ്ങളും പോകുന്നത് റോമയുടെയും പേർഷ്യയുടെയും കോട്ടക്കൊത്തലങ്ങൾ ചിതറാനാണ് എന്ന് പറയുന്ന സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ രണഭൂമികയിൽ ഈ ചരിത്രത്തിന്റെ ഇന്നു കാണുന്ന ഈ ദൈന്യതയുടെ മുമ്പിൽ നിന്ന് പറയാം, ആ പലസ്തീനി കുഞ്ഞുങ്ങളുടെ രക്തങ്ങൾ വെറുതെയാകാനല്ല പോകുന്നത്. നെതന്യാഹുവിന്റെ ഭീകരതയുടെ ശ്മശാനങ്ങൾ ചരിത്രത്തിൽ കാണാൻ പോകുന്ന ഒരു കാലം വിദൂരമല്ലാത്ത വിധം എല്ലാ കാലത്തെയും പോരാട്ടങ്ങളുടെ ചരിത്രത്തിന്റെ വിജയം തീർച്ചയായും സുനിശ്ചിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.